കേരള കോൺഗ്രസ് ഇല്ലാതെ കേരളത്തിൽ ഒരു മുന്നണിക്കും ഭരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു കാര്യം. ഞങ്ങളായാലും UDF വിട്ട് ഇപ്പോൾ ഉടനെ LDFിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ പിന്നെ അവർ ചിന്തിക്കുക എന്നുള്ളതാണ്. രണ്ടാം പിണറായി സർക്കാർ സത്യത്തിൽ പരാജയപ്പെട്ടു പോയി. കാരണം ഇവിടെ വികസന പ്രവർത്തനങ്ങൾ ഏത് മണ്ഡലമായിട്ട് വൈക്കി തന്നെ നടക്കുന്നത്. ഇവിടെ നിന്ന് മാറി കഴിഞ്ഞാൽ പിറവത്ത് തന്നെ നടക്കുന്നു. ഒന്നുമില്ല. ഏറ്റുമാനും മന്ത്രിയുള്ള മണ്ഡലം തന്നെ നടക്കുന്നു. തീർച്ചയായിട്ടും നാളെ തൊടുപുഴയിൽ PJ ജോസഫ് സാറ് മത്സരിക്കുന്നില്ല എന്നൊരു തീരുമാനം പാർട്ടി ചെയർമാൻ എടുത്താൽ 2021 ആയപ്പോൾ ഈ രണ്ടിനും എൻ്റെ നെഞ്ചിന് നേരെ വരുവാണ്. സർക്കാരിൻ്റെ ഭരണരംഗത്തെ പരാജയത്തിൻ്റെ വ്യക്തമായ തെളിവാണ് KVK കെട്ടിടം പണിയാൻ പറ്റാത്തത്. 1996 ആദ്യം നിയമസഭയിലേക്ക് എത്തിയ ഒരു വ്യക്തിത്വം. TU കുരുവിളയുടെ രാജിയെ തുടർന്ന് 2007 മന്ത്രിയായ ഒരു വ്യക്തിത്വം. VS അച്യുതാനന്ദൻ്റെ മന്ത്രിസഭയിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. നമുക്ക് സ്വാഗതം ചെയ്യാം കടുത്തുരുത്തിയുടെ ഇപ്പോഴത്തെ MLAയും മുൻ മന്ത്രിയുമായ മോൻസ് ജോസഫിനെ. സ്വാഗതം സാർ. കടുത്തുരുത്തിയെ ദീർഘകാലം നയിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ കടുത്തുരുത്തിയിലെ മാറ്റങ്ങളെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇനിയും പൂർത്തിയാക്കാനുള്ള സ്വപ്ന പദ്ധതികൾ എന്തൊക്കെയാണ്? കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൻ്റെ ഹെഡ്ക്വാർട്ടറാണ് കടുത്തുരുത്തി എന്നുള്ള പ്രദേശം. ഞങ്ങളെല്ലാം ജനിച്ചു വളർന്ന നാടാണ്. നമ്മളെല്ലാം പഠിച്ചു വളർന്ന പ്രദേശം. പക്ഷേ വികസന രംഗത്ത് കടുത്തുരുത്തി അവഗണിക്കപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. ഞാൻ ആദ്യം MLA വരുമ്പം ഒരു സാധാരണ സ്ഥലത്തിൻ്റെ ഗ്രാമപ്രദേശത്തിൻ്റെ സാഹചര്യങ്ങളല്ലാതെ കടുത്തുരുത്തിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ സ്ഥലത്തുമൊക്കെ ഉള്ള ഓരോ കെട്ടിടങ്ങളും കുറച്ച് സംരംഭങ്ങളും എന്നതിനൊക്കെ അപ്പുറത്ത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ വിദ്യാഭ്യാസ പുരോഗതിക്ക് ഉപകരിക്കുന്ന വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളോ മെച്ചപ്പെട്ട നിലയിലുള്ള റോഡുകളോ മിക്കവാറും എല്ലാം തകർന്നടിഞ്ഞ സാധാരണ ഗ്രാമീണ റോഡുകളായിരുന്നു കടുത്തുരുത്തി ടൗൺ. നമ്മുടെ കോട്ടയം എറണാകുളം റോഡ് പോലും അവികസിതമായ സാധാരണ റോഡായിരുന്നു. സഞ്ചരിക്കാൻ കഴിയാത്ത റോഡായിരുന്നു കടുത്തുരുത്തി പാലാ റോഡ്, കടുത്തുരുത്തി പിറവം റോഡ്. അപ്പോൾ ഇങ്ങനെ കടുത്തുരുത്തി ടൗണിൽ തുടങ്ങുന്ന റോഡുകൾ തന്നെ ശോച്യാവസ്ഥയിലായിരുന്നു. പിന്നെ ഇവിടെ കുടിവെള്ളം കിട്ടാക്കനിയായിരുന്നു. അതുപോലെ വോൾട്ടേജ് ക്ഷാമം മൂലം പൊറുതിമുട്ടുന്ന കുടുംബങ്ങൾ. എല്ലാ സ്ഥലത്തും കറണ്ട് വേണ്ടതുപോലെ ഒരു വൈദ്യുതി ലഭ്യതയുടെ അപര്യാപ്തത കൊണ്ടുള്ള പരാതികൾ. നമ്മുടെ വ്യാപാരികൾ തന്നെ സ്ഥിരമായി കടയിലെല്ലാം കറണ്ട് ആൾക്ക് സഹായകരമായിട്ടുള്ള സാഹചര്യങ്ങളില്ല എന്നുള്ള പരാതികൾ. ഇങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും കാര്യമായിട്ടൊന്നുമില്ല. സർക്കാർ ഓഫീസുകൾ സാധാരണ ഉള്ള പഞ്ചായത്ത് ഓഫീസും വില്ലേജ് ഓഫീസും ഒക്കെ ഉണ്ട്. അതല്ലാതെ പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകളൊന്നും കടുത്തുരുത്തിക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇത് മുഴുവൻ നമുക്കൊരു വലിയ അവഗണനയുടെ ഒരു പ്രതിഷേധം എന്ന നിലയിലാണ് ഞാനൊരു ജനപ്രതി എന്ന നിലയിലേക്ക് വരുമ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ജനങ്ങൾക്ക് ഇതേക്കുറിച്ചൊന്നും കാര്യമായ ഒരു ബോധ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതൊക്കെ നാട്ടിൽ നടക്കേണ്ട കാര്യങ്ങളാണ് എന്ന നിലയിൽ സജീവമായി ഉയർത്തിക്കൊണ്ടുവരാൻ MLA എന്ന നിലയിൽ കഴിഞ്ഞു എന്നുള്ളതാണ് ഒന്നാമത്തെ വിജയം. 2, കടുത്തുരുത്തി ഒരു തുരുത്ത് പോലെ കടൽ ശോഭിച്ച് പണ്ട് കടലായിരുന്നെന്നാണ് പറയുന്നത്. ആ കടുത്തുരുത്തി കടലിറങ്ങി കരയുണ്ടായി. വലിയൊരു ലോകശ്രദ്ധ നേടിയ കുരുമുളകിൻ്റെ വാണിജ്യ കേന്ദ്രമായിരുന്നു കടുത്തുരുത്തി. അപ്പോൾ ഇവിടെ കപ്പൽ വരികയും തുറമുഖം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. ഇതൊക്കെയാണ് ചരിത്രത്തിൽ കാണുന്നത്. വടക്കങ്ങൂർ രാജവംശത്തിൻ്റെ തലസ്ഥാനം. അപ്പോൾ ഇത്രയും പ്രൗഢിയും പാരമ്പര്യവും എല്ലാം ഉള്ള കടുത്തുരുത്തിക്ക് അതെല്ലാം നഷ്ടപ്പെട്ടു പോയൊരവസ്ഥയാണ് 4 നൂറ്റാണ്ട് മുമ്പ് ഞാൻ കാണുന്നത്. ജനങ്ങളും കാണുന്നത് അതാണ്. അപ്പോൾ എന്നോട് ജനങ്ങൾ ആവശ്യപ്പെട്ട കാര്യം നമുക്ക് ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകണം. ആ മാറ്റത്തിന് വേണ്ടി നിലപാടെടുക്കണം. ഞാൻ ചെറുപ്പത്തിൽ MLA സ്ഥാനത്തേക്ക് വന്നപ്പോൾ ആ മാറ്റത്തിന് വേണ്ടിയുള്ള നിലപാടെടുത്തു. അത് കടുത്തുരുത്തിയിൽ യാഥാർത്ഥ്യമായോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരമാവധി കാര്യങ്ങൾ കടുത്തുരുത്തിയുടെ വികസന രംഗത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞു. കടുത്തുരുത്തിയിൽ ഏറ്റവും ആദ്യം ചെയ്തത് കടുത്തുരുത്തിയിലെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം നന്നാക്കുക എന്നുള്ളതാണ്. ഇന്നും അഭിമാനത്തോടെ പറയാൻ കഴിയും, ഏറ്റുമാനൂർ എറണാകുളം റോഡ് കോട്ടയം ജില്ലയിലെ ആദ്യത്തെ BMBC ക്വാളിറ്റി റോഡായിട്ട് മന്ത്രിയായ സമയത്ത് നമ്മൾ ടാർ ചെയ്ത് ജനങ്ങൾക്ക് നമ്മൾ പ്രൂവ് ചെയ്ത് കൊടുത്തു. ഇവിടെ നല്ല റോഡ് ഉണ്ടാക്കാൻ പറ്റും. കോട്ടയം ജില്ലയിൽ തന്നെ അതൊരു വലിയ അനുഭവമായിരുന്നു. കടുത്തുരുത്തിയിൽ നിന്ന് മാണിസാറിൻ്റെ സ്ഥലമായ പാലായിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള റോഡ് മെച്ചപ്പെട്ട ഉന്നത നിലവാരത്തിൽ അന്ന് നവീകരിച്ചത് ഞാൻ ഓർക്കുകയാണ്. അതുപോലെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് കിടങ്ങൂർ, കടുത്തുരുത്തി മണ്ഡലത്തിൻ്റെ അതിർത്തിയായ കിടങ്ങൂരിൽ നിന്ന് മണ്ണർകാടിലേക്ക് പോകുന്ന റോഡ്, ഏറ്റുമാനൂർ പാലാ റോഡ്, അങ്ങനെ BMBC നിലവാരത്തിലേക്ക് പ്രധാനപ്പെട്ട റോഡുകളെല്ലാം മാറ്റിക്കൊണ്ട് പിന്നീട് പട്ടിത്താനം, കുറവലങ്ങാട്, കൂത്താട്ടുള്ള MC റോഡും വികസിപ്പിച്ചുകൊണ്ട് മണ്ഡലത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടതാക്കി മാറ്റാനുള്ള പ്രയത്നത്തിൽ വളരെ വിജയകരമായൊരു മുന്നേറ്റം നടത്താൻ കഴിയും. 2, കുടിവെള്ളം. ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ പദ്ധതികൾ എല്ലാം നഷ്ടപ്പെട്ട് കുടിവെള്ളം കിട്ടാതിരുന്ന സ്ഥലത്ത് ഇന്ന്
11 പഞ്ചായത്തിലും കുടിവെള്ളം പൈപ്പിലൂടെ എത്തിച്ചു. ഇനി ഭൂരിപക്ഷം വീടുകളിലേക്ക് കൊടുക്കാൻ ആ പദ്ധതി നമ്മൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കിട്ടക്കണിയായിരുന്ന കുടിവെള്ളം എല്ലാ പഞ്ചായത്തിലും എത്തിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമായി ജനങ്ങളെ പറയണം. മുഴുവൻ വീടുകളിലേക്ക് എത്തിക്കുമ്പോൾ സമ്പൂർണ്ണമായും കുടിവെള്ളം എത്തിച്ച മണ്ഡലമായി കടുത്തുരുത്തി മാറും. ഏതാനും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് നടക്കും. വോൾട്ടേജ് ക്ഷാമത്തിൻ്റെ പ്രശ്നങ്ങൾ ഒരു 75% പരിഹരിച്ചു. 66 kV സബ്സ്റ്റേഷൻ ലൈനുകളെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്തു. നിലവിലുണ്ടായിരുന്ന തകർന്ന് പൊട്ടിപ്പൊളിഞ്ഞ അല്ലെങ്കിൽ അപകടാവസ്ഥയിൽ കിടന്നിരുന്ന ലൈനുകളെല്ലാം മാറ്റി മെച്ചപ്പെട്ട നിലയിലേക്ക് KSEBയുടെ ലൈനുകൾ കൊണ്ടുവന്നു. അതിനുശേഷം ഒന്നേന്നൊന്ന് തുടങ്ങും. ലാസ്റ്റ് ഇവിടെ വോൾട്ടേജ് ഇമ്പ്രൂവ്മെൻറ്റ് നടക്കണമെങ്കിൽ സബ്സ്റ്റേഷനുകൾ വേണം. കടുത്തുരുത്തിക്ക് ഒരു സബ്സ്റ്റേഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറവിലങ്ങാണ്ട് 66 kV സബ്സ്റ്റേഷൻ ആദ്യം കൊണ്ടുവന്നു. സമീപത്തുള്ള കാണക്കാരി പട്ടിത്താര സബ്സ്റ്റേഷൻ അപ്ഗ്രേഡ് ചെയ്തു. അതുകൂടാതെ നമ്മുടെ കടുത്തുരുത്തിയിലും അതുപോലെ കിടങ്ങൂരും കല്ലറയും 3 ഏരിയയിലായി 3 സബ്സ്റ്റേഷൻ പുതുതായി കൊണ്ടുവന്നു. 33 kV. ഇത്രയും ആയപ്പോഴും നമ്മുടെ വോൾട്ടേജ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ പ്രോബ്ലം പിന്നെയും, കാരണം ആളുകളുടെ ജനസംഖ്യ വർദ്ധിക്കുന്നില്ലെങ്കിൽ വീടുകൾ വർദ്ധിക്കുകയാണ്, സ്ഥാപനങ്ങൾ വർദ്ധിക്കുകയാണ്, ആവശ്യം വർദ്ധിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ 400 kV ഗ്യാസ് ഇൻസ്റ്റലേറ്റഡ് സബ്സ്റ്റേഷൻ കുറവലങ്ങാട്ട് സ്ഥാപിച്ചു. കുര്യത്താണ് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ പ്രോജക്റ്റ്. അത് കിഫ്ബി പ്രോജക്റ്റിലൂടെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചപ്പോൾ കുടംകുളം പദ്ധതിയുടെ ഭാഗമായി കുറവലങ്ങാട്ട് കടുത്തുരുത്തി മണ്ഡലത്തിലാണ്. അപ്പോൾ അങ്ങനെ സമ്പൂർണ്ണ വൈദ്യുതീകരണ മണ്ഡലമായി കടുത്തുരുത്തി പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ രംഗത്ത് വലിയൊരു മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായ നേട്ടമാണ്. അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ എന്തുമാത്രം ഓഫീസുകളാണ് കടുത്തുരുത്തിക്ക് വേണ്ടി കൊണ്ടുവന്നത്. അഭിമാനത്തോടെ പറയാൻ കഴിയും. കടുത്തുരുത്തിയിൽ PWD ഓഫീസ്, ആദ്യം PWDയുടെ സെക്ഷൻ ഓഫീസ്, പിന്നീട് PWDയുടെ സബ് ഡിവിഷൻ ഓഫീസ്, വാട്ടർ അതോറിറ്റിയുടെ സെക്ഷൻ ഓഫീസ്, വാട്ടർ അതോറിറ്റിയുടെ സബ് ഡിവിഷൻ ഓഫീസ്, അതിനുശേഷം ജില്ലാ ഓഫീസ് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയായിരുന്നു. ഇവിടുന്ന് എന്ത് കാര്യമുണ്ടെങ്കിലും കടുത്തുരുത്തി വൈക്കം പ്രദേശങ്ങളിലുള്ള ആളുകളെല്ലാം മൂവാറ്റുപുഴ ഓഫീസിൽ പോയി ഒരിക്കലും കാര്യം സമയത്ത് നടന്നു കിട്ടിയല്ല. അതുകൊണ്ട് കടുത്തുരുത്തി കേന്ദ്രമായി പുതിയ ജില്ലാ ഓഫീസ്, ഡിവിഷൻ ഓഫീസ് എന്ന സ്റ്റാൻഡ് എടുത്തു. കടുത്തുരുത്തിയിൽ അതും അനുവദിച്ചു. അതുപോലെ തന്നെ KSEBയുടെ ഓഫീസുകൾ കുറുപ്പന്തറയിൽ ആദ്യമായി KSEBയുടെ ഓഫീസ്, പെരുവയിൽ KSEBയുടെ ഓഫീസ്, ഇതൊക്കെ MLA എന്ന നിലയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ കാര്യങ്ങളാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു കടുത്തുരുത്തി കേന്ദ്രമായി പുതിയ വിദ്യാഭ്യാസ ജില്ല. ഞാൻ ആദ്യ MLA ആയപ്പോൾ തന്നെ 2000 ആണ്ടിൽ കടുത്തുരുത്തി കേന്ദ്രമായി വിദ്യാഭ്യാസ ജില്ല കൊണ്ടുവന്നു. പാലാ, കോട്ടയം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ ജില്ലകൾ ഉപയോഗിച്ച് കടുത്തുരുത്തിയിൽ പുതിയ വിദ്യാഭ്യാസ ജില്ല 2000 അനുവദിച്ച ആ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് ശേഷം ഈ 25 വർഷത്തിനുള്ളിൽ 2025 വരെ കേരളത്തിൽ പിന്നെ ഒരു വിദ്യാഭ്യാസ ജില്ല ഉണ്ടായിട്ടില്ല. ലാസ്റ്റ് വിദ്യാഭ്യാസ ജില്ല കടുത്തുരുത്തിയാണ്. അതന്ന് നമ്മൾ പിടിച്ചു വാങ്ങിച്ച് നേടിയെടുത്തതാണ്. നാടിന് വേണ്ടി ചെയ്ത ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നിരവധി സ്ഥലങ്ങളിൽ നമുക്ക് ഹോമിയോ ആശുപത്രിയും ആയുർവേദ ആശുപത്രിയും ഒന്നും ഉണ്ടായിരുന്നില്ല. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ ഹോമിയോ ആശുപത്രിയും അതുപോലെ ആയുർവേദ ആശുപത്രിയും ഇല്ലാത്ത എല്ലാ പഞ്ചായത്തിലും ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഞാൻ ഉൾപ്പെടുന്ന മുളക്കുളം പഞ്ചായത്തിൽ ഹോമിയോ ആശുപത്രി, പിന്നീട് ആപ്പാഞ്ചിറയിൽ ആയുർവേദ ആശുപത്രി, കടുത്തുരുത്തി പഞ്ചായത്തിന് വേണ്ടി ആയാങ്കുടിയിൽ ആപ്പാഞ്ചിറയിൽ ഹോമിയോ ആശുപത്രി. അങ്ങനെ ഓരോ ആയുർവേദ ആശുപത്രിയും ഹോമിയോ ആശുപത്രിയും ഇല്ലാത്ത എല്ലായിടത്തും ആശുപത്രികൾ കൊണ്ടുവന്നു. 2 ആശുപത്രികൾ നിലവിലുള്ളതെല്ലാം അപ്ഗ്രേഡ് ചെയ്തു. ഉഴവൂരിലെ KR നാരായണൻ മെമ്മോറിയൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മുൻ രാഷ്ട്രപതിയുടെ പേരിൽ പ്രഖ്യാപിച്ചു. പ്രഖ്യാപനത്തിൽ മാത്രം നിന്ന സംഭവമാണ്. ഞാൻ മന്ത്രിയായപ്പോൾ 2.25 കോടി രൂപ കൊടുത്ത് ആദ്യത്തെ ഘട്ടം പണിതു. പിന്നീട് MLA എന്ന നിലയിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് UDF സർക്കാരിൻ്റെ സമയത്ത് 15 കോടി രൂപ മുടക്കി മുൻ രാഷ്ട്രപതി KR നാരായണൻ്റെ നാമത്തിലുള്ള ഉഴവൂരിലെ ഹോസ്പിറ്റൽ ഇപ്പോൾ 6 നിലയിൽ പൂർത്തിയാക്കി. കുറവലങ്ങാട് ഹോസ്പിറ്റൽ താലൂക്ക് ഹോസ്പിറ്റലായിട്ട് അപ്ഗ്രേഡ് ചെയ്തു. കൂടല്ലൂർ ആശുപത്രിക്ക് വേണ്ടി പുതിയ കെട്ടിടം 2.25 കോടി രൂപയ്ക്ക് കെട്ടിടം പണിതു. അറുന്നൂറ്റുമംഗലത്ത് MLA ഫണ്ടിൽ 1 കോടി രൂപ ബാക്കി ഫണ്ടും കൂടെ ചേർത്ത് അറുന്നൂറ്റുമംഗലത്തെ ആശുപത്രി ഡെവലപ്പ് ചെയ്തു. കടുത്തുരുത്തി PHC അടക്കമുള്ള PHCകൾ നമ്മുടെ ഇപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഫാമിലി ഹെൽത്ത് സെൻറ്റർ എന്ന പദ്ധതിക്കകത്ത് ഉൾപ്പെടുത്തി എല്ലാ പഞ്ചായത്തിലുമുള്ള ആശുപത്രികൾ നല്ല നിലയിലേക്ക് മാറി. വിളിയന്നൂർ പഞ്ചായത്തിലും അതുപോലെ തന്നെ ആശുപത്രി ആയുർവേദത്തിൻ്റെയും അതുപോലെ തന്നെ മെഡിക്കൽ രംഗത്തിൻ്റെ 2 രംഗത്തും മാറ്റങ്ങൾ വന്നു. അപ്പോൾ ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് സമിതികളെ ചേർത്ത് പിടിച്ച് ഗവൺമെൻറ്റിൻ്റെ സഹകരണത്തിലൂടെ പരമാവധി കാര്യങ്ങൾ നടപ്പാക്കാൻ കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിൽ ഇതിനോടകം തന്നെ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമാണ്. വിദ്യാഭ്യാസ പുരോഗതിയാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ടത്. ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം പോലും കടുത്തുരുത്തിലുണ്ടായിരുന്നില്ല. കടുത്തുരുത്തിയിൽ ഞാൻ വിദ്യാഭ്യാസ ജില്ല അനുവദിച്ചതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൊണ്ടുവന്നു.
ആദ്യം ചെയ്തത് കിടങ്ങൂരിൽ എഞ്ചിനീയറിംഗ് കോളേജ്, കടുത്തുരുത്തിയിൽ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ്, പെരുവിയിൽ ഗവൺമെൻറ് ITI, നീടൂരിൽ IHRDയുടെ അപ്ലൈ സയൻസ് കോളേജ്. 4 കോളേജുകളാണ് ഒരേപോലെ കടുത്തുരുത്തി മണ്ഡലത്തിൽ കൊണ്ടുവരുന്നത്. ഇപ്പോഴും തൊട്ടടുത്ത വൈക്കം മണ്ഡലത്തിൽ ഒരു ഗവൺമെൻറ് കോളേജ് തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സാറിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരുപാട് വികസനങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ MLA ആയിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്, മന്ത്രിയായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഏത് പദവിയിലിരുന്നപ്പോഴാണ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സേവനം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്? 2 സ്ഥാനത്തും ഒരുപോലെ തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ആദ്യമേ 96-2000 കാലഘട്ടത്തിൽ MLA എന്ന നിലയിലാണ് ഞാൻ ഈ പറഞ്ഞ സ്ഥാപനങ്ങളിൽ ഭൂരിപക്ഷം കൊണ്ടുവന്നത്, മന്ത്രിയല്ല. ഒരു MLAക്ക് ചെയ്യാൻ പറ്റും. ഈ ഞാനിപ്പോൾ സൂചിപ്പിച്ചതിൽ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം കൊണ്ടുവന്നത്. ഈ നിയോജക മണ്ഡലത്തിലെ 11 പഞ്ചായത്തിലും ഹയർ സെക്കൻഡറി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തു. ഇന്ന് കുട്ടികൾക്ക് ഹയർ സെക്കൻഡറി പഠിക്കാൻ ഓരോ പഞ്ചായത്തിലും അവിടെ തന്നെ സൗകര്യമാണ്. അത് MLA എന്ന നിലയിൽ ചെയ്തതാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ 4 കോളേജും കൊണ്ടുവന്നത് MLA ആയിരിക്കുമ്പോഴാണ്. കുടിവെള്ള പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് MLA ആയിരിക്കുമ്പോഴാണ്. ആദ്യത്തെ സബ്സ്റ്റേഷൻ ഉൾപ്പെടെ കൊണ്ടുവരുന്നത് MLA ആയിരിക്കുമ്പോഴാണ്. അപ്പോൾ MLA എന്ന നിലയിൽ പ്രവർത്തന രംഗത്ത് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളതിൻ്റെ പിന്നാലെ നിരന്തരമായി നിൽക്കുക എന്നുള്ളതാണ്. 2 മന്ത്രിയായാൽ ചെയ്യാൻ കഴിയുന്ന വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ്. മന്ത്രിയാകുമ്പോൾ നമുക്ക് പവർഫുള്ളായി ഇടപെട്ട് നിരവധി ഇപ്പോൾ റോഡുകളുടെ ഡെവലപ്മെൻറ്റ് ഏറ്റവും കൂടുതൽ നിന്നത് മന്ത്രിയായപ്പോഴാണ്. കാരണം ഞാനിപ്പോൾ BMBC ഹൈ ക്വാളിറ്റി റോഡുകളെല്ലാം നല്ല കൂടുതൽ മുതൽ മുടക്കുള്ളതാണ്. അത്തരം റോഡുകളെല്ലാം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാഹചര്യം അന്നുണ്ടായി. ഞാൻ മന്ത്രിയായപ്പോഴാണ് കടുത്തുരുത്തി ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം MLA എന്ന നിലയിൽ ഞാൻ ബഡ്ജറ്റ് ഉൾപ്പെടുത്തി. 2000 ആണ്ടിൽ തന്നെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി. കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് എന്നുള്ളത് MLA എന്നതിൽ എൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. എൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ആദ്യം. പക്ഷേ അന്ന് നമുക്ക് ബഡ്ജറ്റ് ഉൾപ്പെടുത്തി തുടങ്ങാനേ കഴിഞ്ഞുള്ളൂ. കാലങ്ങൾ കഴിഞ്ഞു പോയാലും കടുത്തുരുത്തിക്ക് ഒരു ബൈപ്പാസ് ഉണ്ടാകാനുള്ള ശ്രമം നമ്മൾ തുടങ്ങുന്നു എന്ന്. കാരണം ഏറ്റുമാനൂർ ബൈപ്പാസൊക്കെ അന്ന് 35-40 വർഷമായിട്ട് നടന്നിട്ടില്ല. ഇപ്പോൾ ഈ സമീപകാലത്താണ് ഓപ്പൺ ചെയ്തത്. കേരളത്തിലെ ബൈപ്പാസുകളെല്ലാം പലതും അങ്ങനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനും മനസ്സിലാക്കിയപ്പോൾ ഇതിന് നടപടിക്രമങ്ങളെല്ലാം ഓരോന്നായി ചെയ്തു വരണം. പക്ഷേ 2000 ആണ്ടിൽ ബഡ്ജറ്റ് ഉൾപ്പെടുത്തി നമ്മൾ തുടക്കം കുറിച്ചു. അതിനുശേഷം 2001 മുതൽ 2006 വരെ ഞാൻ MLA അല്ലായിരുന്നു. ആ സമയത്ത് കടുത്തുരുത്തി ബൈപ്പാസ് ഞാൻ ആഗ്രഹിച്ച പദ്ധതിയാണെങ്കിലും ഒന്നും നടന്നില്ല. ആ കാലഘട്ടം നഷ്ടപ്പെട്ട ഒരു പീരീഡായിട്ട് മാറി. 2006 വീണ്ടും ഞാൻ തിരിച്ചു വരുമ്പോൾ പഴയ അവസ്ഥയിൽ തന്നെ കിടക്കുകയാണ്. കാടും വള്ളയൊക്കെ പിടിച്ച് ബൈപ്പാസ് ഉദ്ദേശിച്ച സ്ഥലം വെറുതെ കിടക്കുകയാണ്. അപ്പോഴാണ് മന്ത്രിസ്ഥാനം കിട്ടുന്നത്. മന്ത്രിസ്ഥാനം കിട്ടിയപ്പോൾ 5 കോടി രൂപ ബൈപ്പാസിന് അനുവദിച്ചു. സ്ഥലമെടുപ്പിന് വേണ്ടി വേറൊരു 5 കോടി രൂപ. സ്ഥലമെടുപ്പ് ആരംഭിക്കുന്നതും ബൈപ്പാസിൻ്റെ ശിലാസ്ഥാപനം നടത്തി അതുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റിന് തുടക്കം കുറിക്കുന്നതും ഞാൻ മന്ത്രിയായ സമയത്താണ്. അത് നമ്മൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോയി. ആദ്യഘട്ടം പൂർത്തിയാക്കി. രണ്ടാമത് ഫ്ലൈ ഓവർ, പിന്നീട് വിവിധ പാലങ്ങൾ. അപ്പോഴാണ് പ്രളയം. 2018 പ്രളയം വന്നപ്പോൾ പ്രോജക്റ്റെല്ലാം നിർത്തിവെച്ചു. കടുത്തുരുത്തി ടൗണിൽ ഉൾപ്പെടെ വെള്ളം കയറി. ആ പ്രോജക്റ്റിൻ്റെ ഒരു ഡിസൈനെല്ലാം ചേഞ്ച് ചെയ്യണമെന്ന് ഗവൺമെൻറ് തന്നെ നിർദ്ദേശിച്ചു. അന്ന് മന്ത്രി ജി സുധാകരനാണ്. അദ്ദേഹം PWD വകുപ്പിൽ നിന്ന് പരിശോധിക്കാൻ നിർദ്ദേശം കൊടുത്തു. അങ്ങനെ പരിശോധിച്ച് പുതുക്കിയ പ്രപ്പോസൽ പ്രകാരം പണി 3 വർഷം നമുക്ക് പെൻഡിങ് വന്നു. അങ്ങനെ പുതുക്കിയ പ്രപ്പോസൽ പ്രകാരം ബൈപ്പാസിൻ്റെ പണി വീണ്ടും മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ UDF സർക്കാരിൻ്റെ സമയത്ത് ആവശ്യമായ പണം കിട്ടിയിരുന്നു. അത് MLA എന്ന നിലയിൽ എനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അങ്ങനെ ഇപ്പോൾ കടുത്തുരുത്തി ടൗൺ ബൈപ്പാസും പൂർത്തിയാവുകയാണ്. ഈ ഫെബ്രുവരി മാസത്തിൽ 2026 പുതുവത്സര സമ്മാനമായി കടുത്തുരുത്തിയിലെ ജനങ്ങൾ ആഗ്രഹിച്ച കടുത്തുരുത്തിയിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധ്യമായ ഒരു നടപടി എന്ന നിലയിലാണ് കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് നമ്മൾ യാഥാർത്ഥ്യമാക്കുന്നത്. അത് ഫെബ്രുവരി മാസത്തിൽ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ട് ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ നടപ്പാക്കി പോകാൻ 2 കാലഘട്ടങ്ങളും പ്രയോജനകരമായി ചെയ്യാൻ പറ്റും. മന്ത്രിയായിരിക്കുമ്പം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. MLA എന്ന നിലയിലും പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. 2 കാലഘട്ടവും ജനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തി. ഇപ്പോൾ 10 വർഷമായിട്ട് LDFിൻ്റെ ഭരണമാണ്. ഈ LDFിൻ്റെ ഭരണത്തിൽ കടുത്തുരുത്തിക്ക് പ്രത്യേകിച്ച് കിട്ടാത്ത കേരളം മുഴുവൻ ഒരു വികസന മുരടിപ്പിൻ്റെ അവസ്ഥയാണ്. വികസന പ്രവർത്തനങ്ങൾ വേണ്ടതുപോലെ ത്വരിതഗതി കൊണ്ടുപോകാൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞില്ല. 1ാം പിണറായി സർക്കാർ കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്തു പോയി. 2ാം പിണറായി സർക്കാർ സത്യത്തിൽ പരാജയപ്പെട്ടു പോയി. കാരണം ഇവിടെ വികസന പ്രവർത്തനങ്ങൾ ഏത് മണ്ഡലമായിട്ട് വൈക്കി തന്നെ നടക്കുന്നത്. ഇവിടെ നിന്ന് മാറി കഴിഞ്ഞാൽ പിറവത്ത് തന്നെ നടക്കുന്നത് ഒന്നുമില്ല. ഏറ്റുമാനൂർ മന്ത്രിയുള്ള മണ്ഡലം എന്നെ നടക്കുന്നത്. നമ്മുടെ ചുറ്റുവട്ടങ്ങൾ തന്നെ നോക്കുക, എല്ലായിടത്തും ഒരേ അവസ്ഥയാണ്. അപ്പോൾ കടുത്തുരുത്തി വരുമ്പോൾ പറയും പിറവത്ത് നടക്കുന്നുണ്ട്, വൈക്കത്ത് നടക്കുന്നുണ്ട്, പാല നടക്കുന്നുണ്ട് പറയും. അവിടെ ചെന്ന് നോക്കുമ്പം അവിടെ ഇതിനൊക്കെ പരാതിയായിട്ടിരിക്കുക. പിന്നെ എന്തെങ്കിലും നടക്കുന്നത് കടുത്തുരുത്തിലേ ഉള്ളെന്ന് എല്ലാവരും പറയും. സത്യ കുറേ കാര്യങ്ങളെങ്കിലും MLA എന്ന നിലയിൽ നിന്ന് ഏത് ഗവൺമെൻറ് ഇരുന്നാലും നമ്മളിവിടെ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കും. ഇപ്പോൾ കടുത്തുരുത്തി പിറവനോട് വാട്ടർ അതോറിറ്റിക്ക് പൈപ്പിടാൻ വേണ്ടി കൊടുത്താൽ ഞാൻ നേരത്തെ നല്ല നിലവാരത്തിൽ നന്നാക്കിയ റോഡാണ്. 10 വർഷം കഴിഞ്ഞപ്പോൾ ആ റോഡ് വീണ്ടും നമുക്ക് നന്നാക്കേണ്ടി വന്നു. അപ്പോൾ ആ സമയത്താണ് പൈപ്പ് ഇടുന്നത്.
പൈപ്പിടാൻ അനുവദിച്ചു. വാട്ടർ അതോറിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ കുഴപ്പമുണ്ടാകുന്ന വകുപ്പായിട്ട് ഇപ്പോൾ നിൽക്കുക, വെട്ടിപ്പൊളിച്ച് നാശം ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ റോഡ് ഇപ്പോൾ വീണ്ടും നമ്മൾ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. കീഴൂരിൽ നിന്ന് അറുന്നൂറ്റുമംഗലം ഞീഴൂർക്ക് പോകുന്ന ഒരു റോഡും കൂടെ കടുത്തുരുത്തി മണ്ഡലത്തിൽ ഈ വാട്ടർ അതോറിറ്റി കൊടുത്തിട്ട് നന്നാക്കാൻ പറ്റാടപ്പുണ്ട്. ഇപ്പോൾ ഞാൻ അതും ഒന്ന് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി വരുന്ന റോഡുകളെല്ലാം കടുത്തുരുത്തിയിൽ മെച്ചപ്പെട്ട നിലയിൽ ഇപ്പോഴും സംരക്ഷിക്കുകയാണ്. അപ്പോൾ വികസന രംഗത്ത് ശ്രദ്ധേയമായ, അപ്പോൾ കടുത്തുരുത്തി ഒരു തുരുത്തായി പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്നെങ്കിൽ വികസന രംഗത്തും എല്ലാവരും അവഗണിച്ചിട്ടിരുന്ന കടുത്തുരുത്തിയെ ഈ 5 ടൈം MLA ആയി 1/4 നൂറ്റാണ്ട് കൊണ്ട് അഭിമാനകരമായ വികസനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും നേട്ടം. കടുത്തുരുത്തി ടൗണിൽ തന്നെ ഒരു നടന്നു പോകാനുള്ള സ്ഥലയിലായിരുന്നു ആ റോഡ് നമ്മൾ ആദ്യം നന്നാക്കി. 2 കടുത്തുരുത്തി പാലത്തിൽ വെച്ച് സ്ഥിര അപകടമാണ്. ആ പാലത്തിൻ്റെ ഇരുവശത്തും ആദ്യം ഞാൻ ഫുട്പാത്ത് ഉണ്ടാക്കി. ഇന്നും എത്ര ഉപകാരപ്രദമാണ്. ടൗൺ മുഴുവൻ മെച്ചപ്പെട്ട നിലയിൽ ഫുട്പാത്തും സൗകര്യപ്രദമായ ടാറിങ്ങും എല്ലാം നടത്തി. മാർക്കറ്റ് ജംഗ്ഷനിൽ ഓപ്പൺ സ്റ്റേജ്, അതിൻ്റെ ഇപ്പുറത്ത് 2 പാലവും വീതി കൂട്ടി. അവിടെയൊക്കെ സോഡാക്കുപ്പി പോലുള്ള പഴയ പത്തിരിപ്പാലം, അതൊക്കെ മാറ്റി വീതിയുള്ള പാലം ഉണ്ടാക്കി. ടൗണിനൊരു മുഖച്ഛായ മാറ്റി. എല്ലാ പ്രദേശങ്ങൾക്കും വരുന്നുണ്ട്. പിന്നെ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ 11 പഞ്ചായത്തിനും പരിഗണന കൊടുത്തുകൊണ്ടാണ് വികസനം മുന്നോട്ട് കൊണ്ടുപോയത്. സിവിൽ സ്റ്റേഷനുകൾ, സർക്കാർ ഓഫീസുകളെല്ലാം പല സ്ഥലത്ത് ചിതറിക്കിടക്കുകയായിരുന്നു. കടുത്തുരുത്തി പഞ്ചായത്തിൽ പോലും നല്ലൊരു ഓഫീസിലായിരുന്നു. കടുത്തുരുത്തിയിൽ സിവിൽ സ്റ്റേഷൻ, മിനി സിവിൽ സ്റ്റേഷൻ ഉണ്ടാക്കി. പഞ്ചായത്ത് ഓഫീസ് ഉൾപ്പെടെയുള്ള എല്ലാ ഓഫീസും ഇന്ന് അങ്ങോട്ട് തൃപ്തികരമായി പ്രവർത്തിക്കാവുന്ന അവസ്ഥയുണ്ടായി. കടുത്തുരുത്തിയിൽ സബ് രജിസ്ട്രാർ ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിച്ചു കൊടുത്തു. കടുത്തുരുത്തിയിലെ തകർന്ന എല്ലാ സ്കൂൾ കെട്ടിടങ്ങളും നല്ല നിലവാരത്തിൽ പുതുക്കി പണിയാൻ കഴിയുന്ന സാധനം. കോടികൾ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. കടുത്തുരുത്തി സ്കൂള്, കാണക്കാരി സ്കൂള്, പുതുവേലി സ്കൂൾ, അങ്ങനെ പറയാൻ കഴിയും. അതുപോലെ മിനി സിവിൽ സ്റ്റേഷനുകൾ കടുത്തുരുത്തിക്ക് ശേഷം അടുത്തത് ഇപ്പോൾ കുറവലങ്ങാട്ട് മിനി സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമായി. അതിനുശേഷം ഇപ്പോൾ ഉഴുവൂരിൽ പുതിയ മിനി സിവിൽ സ്റ്റേഷൻ പണിയാൻ പോവുകയാണ്. MLA ഫണ്ട് കൂടെ ചേർത്ത്, MLA ഫണ്ട് പൂർണ്ണമായിട്ട് മുടക്കി കടപ്പളാമറ്റത്ത് മിനി സിവിൽ സ്റ്റേഷൻ പണി നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വെളിയന്നൂർ പഞ്ചായത്ത് ഓഫീസ് ഉൾപ്പെടെ കാണക്കാരി പഞ്ചായത്ത് ഓഫീസ് ഉൾപ്പെടെ പഞ്ചായത്ത് ഓഫീസുകൾക്ക് പുതിയ കെട്ടിടം MLA ഫണ്ട് പണിത് കൊടുത്തു. അങ്ങനെ നിയോജക മണ്ഡലത്തിലെ 11 പഞ്ചായത്തുകൾക്കും ആ പ്രദേശത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് അവിടെയെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കാനും വികസനം എത്തിച്ചു കൊടുക്കാനും തുല്യനീതിയോടെ കാര്യങ്ങൾ നടത്തി കൊണ്ടുപോകാനും MLA എന്ന നിലയിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ച് പോകാൻ കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്നിട്ടുള്ള അസംബ്ലി മണ്ഡലങ്ങളിലൊന്നായി കടുത്തുരുത്തി മണ്ഡലത്തെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞല്ലോ, ഈ LDFിൻ്റെ ഈ കാലഘട്ടത്തിൽ കുറേ മുരടിപ്പുകൾ കേരളം മൊത്തത്തിലുണ്ടായി. ആ മുരടിപ്പിൻ്റെ ഒരു പ്രതിഫലനം കടുത്തുരുത്തിയിലും നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ വരും. ഇനിയുള്ളൊരു കാലഘട്ടമെന്ന് പറയുന്നത് ഒരു ഉജ്ജ്വലമായൊരു വികസന മുന്നേറ്റത്തിൻ്റെ കാലം നാട്ടിലുണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി അടുത്തത് ഇപ്പോൾ ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്ന UDFിൻ്റെ ഗവൺമെൻറ് വരുമെന്നുള്ളതാണ്. ജനവിധി ആകുന്നതിനൊക്കെയാണ്. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും UDFിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി നിൽക്കുന്ന ഒരു MLA എന്ന നിലയിൽ എനിക്ക് തീർച്ചയായിട്ടും ഉറച്ച വിശ്വാസമുണ്ട്. പരമാവധി കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി മണ്ഡലത്തിൽ ഇനിയും കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ കടുത്തുരുത്തിക്ക് ഇനി കിട്ടേണ്ട കാര്യങ്ങൾ, കൂടുതലായി കൊണ്ടുവരേണ്ട കാര്യങ്ങൾ അടുത്ത 5 വർഷം. അപ്പോൾ വിഷൻ 2030 നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. വിഷൻ 25 നമ്മൾ ഒരുവിധം കാര്യങ്ങളെല്ലാം ചെയ്ത് തൃപ്തികരമായി പൂർത്തിയാക്കി. എങ്കിലും എൻ്റെ ആഗ്രഹം അനുസരിച്ച് അത് മുഴുവൻ ആ നിലയിലേക്ക് കൊണ്ടുവരാൻ സർക്കാരിൻ്റെ പരാജയം കൊണ്ട് കഴിയാതെ പോയിട്ടുണ്ട്. സർക്കാരിന് കിട്ടാവുന്നതെല്ലാം മേടിച്ചിട്ടുണ്ട്, അവരും തരാവുന്നതൊക്കെ സഹകരിച്ചിട്ടുണ്ട് എന്നുള്ള സർക്കാരിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ സ്റ്റേറ്റ് ഉണ്ടായ ഒരു മുരടിപ്പ്, ആ പാളിച്ചയുടെ പശ്ചാത്തലത്തിൽ വികസന കാര്യങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു വേഗത കുറവുണ്ട്. ഇനി വേഗത്തിലാക്കുക എന്നുള്ളതാണ്, കൂടുതൽ കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ്. വരുന്ന 5 വർഷക്കാലം 2026 മുതൽ 2030 വരെയുള്ള കാലഘട്ടം കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിന് കേരളത്തിൽ മൊത്തത്തിൽ ആ നിലയിലേക്ക് മാറ്റം UDF കൊണ്ടുവരും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അതിൻ്റെ കൂടെ കടുത്തുരുത്തി മണ്ഡലം വികസനത്തിൻ്റെ മുൻപന്തിയിലേക്ക് കുതിച്ചു പായുന്ന ഒരു മണ്ഡലമായി നാളുകളിൽ മാറും എന്നതാണ് ജനങ്ങളുടെ മുമ്പിൽ പറയാനുള്ള ഏറ്റവും അഭിമാനകരമായ കാര്യം. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുപാട് കൊണ്ടുവരാനായിട്ട് പരിശ്രമിച്ച് ഇവിടെ കൊണ്ടുവന്ന ആളാണ്. അതോടൊപ്പം തന്നെ താങ്കളുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു കടുത്തുരുത്തി KV എന്നുള്ളത്. അപ്പോൾ ആ KVക്ക് വേണ്ടി ഇവിടെ പരിശ്രമം നടത്തി ആ KV ഇവിടെ അനുവദിച്ചു. പക്ഷേ അതിന് ഇതുവരെ ഒരു കെട്ടിടം പുതുതായിട്ട് പണിയാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ സ്ഥലം ഏറ്റെടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് സർക്കാരിൻ്റെ പരാജയമാണോ അതോ നമ്മളെ കൊണ്ട് ആരെങ്കിലും നടത്തിക്കാതിരിക്കുന്നതാണോ? അല്ല, മനഃപൂർവ്വം നടത്തിക്കാതിരിക്കുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. സർക്കാരിൻ്റെ ഭരണരംഗത്തെ പരാജയത്തിൻ്റെ വ്യക്തമായ തെളിവാണ് KVക്ക് കെട്ടിടം പണിയാൻ പറ്റാത്തത്. അതിൻ്റെ കാരണം ഈ KV ഇവിടെ അനുവദിക്കുന്നത് MLA എന്ന നിലയിൽ ഞാൻ നടത്തിയ ഒരു പരിശ്രമത്തിൻ്റെ ഫലമാണ്. ഞാൻ വിവിധ സ്ഥാപനങ്ങൾ കൊണ്ടുവന്ന കൂടെ കേന്ദ്രീയ വിദ്യാലയവും കടുത്തുരുത്തിയിൽ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യമാണ്. കാരണം അതിന് നന്മകൾ അത്രയേറെയാണ്. ഇപ്പം തന്നെ പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് എന്തുമാത്രം സാധ്യതകളാണ്. അതുകൊണ്ട് കേന്ദ്രീയ വിദ്യാലയം ഇവിടെ കൊണ്ടുവരിക.
അന്ന് ഞാൻ അന്ന് ഇവിടെ എം പിമാരായിരുന്നവരോട് ഞാൻ ചോദിച്ചപ്പം എന്നോട് അവർ നെഗറ്റീവ് അപ്രോച്ചാണ് എടുത്തത്. എന്ന് പറഞ്ഞാൽ അവരിപ്പം എന്നോട് ഒരു എം പി പറഞ്ഞു, ഞാൻ അങ്ങനെ KV ഇപ്പോൾ ഒരെണ്ണം കോട്ടയത്തുണ്ടല്ലോ, രണ്ടാമത് ഒരെണ്ണം കൂടെ കിട്ടുമായിരുന്നെങ്കിൽ ഞാനത് പാലായിൽ പണ്ടേ വെച്ചേനെന്ന് പറഞ്ഞു. പക്ഷേ അത് പറ്റാതെ പോയത് കിട്ടിയല്ല, രണ്ടാമത് കിട്ടിയല്ല, അതിനുവേണ്ടി ശ്രമിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പിന്നെ അദ്ദേഹത്തിൻ്റെ പുറകെ പോയില്ല, ആരുടെയും പുറകെ പോയില്ല. ഞാൻ നേരിട്ട് ഇതിൻ്റെ സാധ്യതകൾ അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ജില്ലാ കളക്ടർ വഴി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. അതിന് 5 ഏക്കർ സ്ഥലം വേണം. ഞാൻ കടുത്തുരുത്തി പോളിടെക്നിക്കിന് കോമ്പൗണ്ടിൽ 5 ഏക്കർ സ്ഥലം കണ്ടെത്തി. ആ 5 ഏക്കർ സ്ഥലം ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. അത് വെച്ച് അന്നത്തെ ജില്ലാ കളക്ടർ മിനി ആൻ്റണി വഴി ആപ്ലിക്കേഷൻ മൂവ് ചെയ്തു. ഇൻസ്പെക്ഷന് കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ ടീം വന്നു. അതെല്ലാം കോൺഫിഡൻഷ്യലായിട്ട് നമ്മൾ ചെയ്തു. എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി KV അനുവദിച്ചു. കേരളത്തിൽ ഒറ്റ KV ആണ് ആ കാലഘട്ടത്തിൽ അനുവദിച്ചുള്ളൂ. ആ കേന്ദ്രീയ വിദ്യാലയം തുടങ്ങാനുള്ള സാഹചര്യങ്ങളെല്ലാം MLA എന്നതിൽ ഞാൻ തന്നെ മുൻകൈ എടുത്താണ് ഉണ്ടാക്കിയത്. ആദരണീയനായ ഫാദർ ജോർജ് C. ചാലപ്പുറത്ത് അച്ഛനാണ് സഹായിച്ചത്. അദ്ദേഹം കാരിക്കോട് B.Ed കോളേജിന് വേണ്ടി പണിതിട്ടിരുന്ന കെട്ടിടം ഉണ്ടായിരുന്നു. ഞാൻ അച്ഛനോട് പോയി സംസാരിച്ചു. ആ കെട്ടിടത്തിലാണ് ആദ്യം നമ്മൾ KV സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം അവിടെ നിന്ന് പിന്നെ വെള്ളൂർ HNLൻ്റെ കോമ്പൗണ്ടിലേക്ക് നമ്മൾ മാറ്റി സ്ഥാപിച്ചു. അതും അവിടുത്തെ ശ്രീ നരസിംഹറാവു എന്ന് പറയുന്ന HNLൻ്റെ MD വന്ന സമയത്ത് അദ്ദേഹം വളരെ ആ കാര്യത്തിൽ കാര്യമായി സഹായിച്ചു. നിരവധി ആളുകളുടെ സഹകരണ കാര്യത്തിലുണ്ടായി. അങ്ങനെ കേന്ദ്രീയ വിദ്യാലയം താൽക്കാലിക ഘട്ടത്തിൽ അവിടെ കെട്ടിടം നവീകരിച്ച്, അത് പഴയ ബാരക്കായിരുന്നു, അതൊന്നും ഉപയോഗിക്കാൻ കഴിയാതെ കടന്നിരുന്നതാണ്. ആ കെട്ടിടം നവീകരിച്ച് KV ആയി പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ MLA സ്കീമിൽ PWD കൊണ്ട് 1 കോടി രൂപയുടെ നവീകരണം നടത്തിയാണ് കെട്ടിടം ഉപയോഗപ്രദമാക്കി. പിന്നീട് KV നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നപ്പോൾ 15 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് കൊടുത്തിട്ടാണ് അവിടെ സ്മാർട്ട് ക്ലാസ് റൂം ഉൾപ്പെടെ ക്രമീകരിച്ച് KV ഇപ്പം നിലനിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ പുതുതായി വന്നേക്കുന്ന ശ്രീ ഫ്രാൻസിസ് ജോർജ് MP അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ KV ഇവിടെ നിലനിർത്തണം, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞ് ഡൽഹിയിലേക്ക് കത്ത് കൊടുത്തു. ഞാൻ MLA എന്നതിൽ എൻ്റെ കത്ത് കൊടുത്തു. ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് സർക്കാരിൻ്റെ പരാജയമാണ് ഞാൻ പറയാൻ കാരണം. ഇങ്ങനെ കേരളത്തിന് കിട്ടിയ ഈ KV നിലനിർത്താൻ ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമില്ലേ? കഴിഞ്ഞ 10 വർഷമായി 2 പിണറായി സർക്കാരുകൾ, കാരണം ആ പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൽ അപേക്ഷ കൊടുത്തു. KVക്ക് വേണ്ടി 7 ഏക്കർ സ്ഥലം വിട്ടു തന്നുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഉത്തരവിറക്കി. ആ ഉത്തരവിറങ്ങി ഏതാനും മാസം കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. ആ ഗവൺമെൻറ് പോയി. പിണറായി സർക്കാർ അധികാരത്തിൽ വരികയാണ്. ഇതിനിടയിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇരിക്കുമ്പോൾ തന്നെ ഞാൻ കാര്യമായ ഒരു ശ്രമം നടത്തി. പിന്നീട് വന്ന ഗവൺമെൻറ്റിൻ്റെ, കേരളത്തിലെ ഗവൺമെൻറ്റുമായിട്ട് അതിന് റോളില്ല, കേന്ദ്രീയ വിദ്യാലയവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നീക്കങ്ങൾ നടത്തി 30 കോടി രൂപ KVയുടെ കെട്ടിടം പണിയാൻ വേണ്ടി 10 വർഷം മുമ്പ് അനുവദിച്ചതാണ്. എന്നിട്ട് ഞാൻ കേരളത്തിലെ ഗവൺമെൻറ്റിന് അപേക്ഷ കൊടുത്തു. ഈ 30 ഇത് നമ്മുടെ തണ്ണീർത്തട നിയമത്തിൻ്റെ പരിധിയിൽ നിൽക്കുന്നതാണ്. അത് പുതിയതായിട്ട് 2013 വന്ന നിയമമാണ്. അതിനു മുമ്പ് ഈ പ്രശ്നമില്ലായിരുന്നു. അപ്പോഴാണ് ഇതേ സ്ഥലത്ത് നമ്മൾ പോളിടെക്നിക്കിൻ്റെ കെട്ടിടം പണിത് വെച്ചിരിക്കുകയാണ്. അതിന് തൊട്ടിപ്പുറത്താണ് KV പണിയണ്ടേ. അപ്പോൾ അതിന് അനുവാദം ചോദിച്ചപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് തന്നില്ല. ഞാൻ നിയമസഭയിൽ കൃഷിമന്ത്രിയായിട്ടും റവന്യൂ മന്ത്രിയായിട്ടും വലിയ ഉടക്കുണ്ടായി. കാരണം ഇത് ഞാൻ ചോദിച്ചു, കടുത്തുരുത്തി പഞ്ചായത്ത് പണം കൊടുത്ത് വാങ്ങിച്ച സ്ഥലമാണ്. സർക്കാരിൻ്റെ ആവശ്യങ്ങൾക്കുള്ള വിവിധ സ്ഥാപനങ്ങൾക്ക് കെട്ടിടം പണിയാൻ വേണ്ടിയിട്ടാണ് ആ സ്ഥലം വാങ്ങിച്ചിരിക്കുന്നത്. ഇനി അവിടെ നെൽകൃഷി ചെയ്യണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. സർക്കാർ പണം കൊടുത്ത് കണ്ടം മേടിച്ചിട്ടിട്ട് നെൽകൃഷി ചെയ്യാനല്ലല്ലോ സർക്കാരിന്. അപ്പം നമ്മുടെ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്, പബ്ലിക് പർപ്പസിന്, ഗവൺമെൻറ് ആവശ്യങ്ങൾക്ക് നമുക്ക് എക്സംഷൻ കൊടുത്തുകൊണ്ട് കരഭൂമിയായി അത് രൂപാന്തരപ്പെടുത്താൻ ഉള്ള അനുവാദം നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. ഈ അനുവാദം ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഗവൺമെൻറ്റിനെ സമീപിച്ചത്. 10 വർഷമായിട്ട് ഗവൺമെൻറ് തന്നിട്ടില്ല. തരാതിരിക്കുന്ന രാഷ്ട്രീയ വൈരാഗ്യമാണോ, ആരെങ്കിലും സമ്മർദ്ദം ചെലുത്തി തരിപ്പിക്കാതിരിക്കുന്നതാണോ? ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചത് വളരെ പ്രസക്തമാണ്. പക്ഷേ ഞാൻ അങ്ങനെ കരുതുന്നില്ല. പക്ഷേ സർക്കാരിന് ഇത്തരം കാര്യങ്ങളിൽ ഒരു കാഴ്ചപ്പാടും ഇല്ലെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ്. 30 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് 5 പൈസ മുടക്കില്ല. കേരളത്തിലാണ് KV പ്രവർത്തിക്കുന്നത്. 30 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് തന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ ഹയർ അതോറിറ്റീസ് തന്നിരിക്കുകയാണ്. അത് പ്രയോജനപ്പെടുത്തി കെട്ടിടം പണിയാൻ സ്റ്റേറ്റ് ഗവൺമെൻറ് വേണം ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത്. അതിന് പകരം ഒരു തരത്തിലുള്ള നടപടിക്കും പോകാൻ ഇവർ താല്പര്യം കാണിക്കാതെ നിസ്സംഗത കാണിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇനി ഈ സ്ഥലം അല്ലെങ്കിൽ HNL KPPLൻ്റെ പുതിയ പ്രോപ്പർട്ടി, അവിടെ 5 ഏക്കർ സ്ഥലം തരാൻ സർക്കാരിന് വല്ല നഷ്ടമുണ്ടോ? അവിടെ 700 ഏക്കർ ഭൂമിയാണ്. അതിൽ നിന്നൊരു 5 ഏക്കർ ഭൂമി തരികയാണെങ്കിൽ അവിടെ കെട്ടിടം പണിയാനുള്ള സാഹചര്യം ഉണ്ടാക്കാം. ഇതുവരെ ഈ ഗവൺമെൻറ് തന്നിട്ടില്ല. അപ്പോൾ ഈ 10 വർഷമായിട്ട് ഇത് വലിച്ചഴച്ച് കൊണ്ടുപോകുന്നത് ഈ KV ഇല്ലാതാക്കാനാണോ എന്ന് ഇപ്പോൾ ജനങ്ങൾ ബലമായി സംശയിക്കുകയാണ്. എങ്കിലും ഞാൻ എൻ്റെ പ്രതീക്ഷ, ഞാനിപ്പോൾ വീണ്ടും കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ അതോറിറ്റീസിനെ അറിയിച്ചിട്ടുണ്ട്. മാർച്ച് മാസത്തിലെ പൊതു തെരഞ്ഞെടുപ്പ് വരെ ആണ് ഈ പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞാൽ അധികാരത്തിൽ വരാൻ പോകുന്ന ഗവൺമെൻറ്റിനെ കൊണ്ട്
ഇത് ക്ലിയർ ചെയ്ത് കെട്ടിടം പണിയാനുള്ള സാഹചര്യം ഉറപ്പുവരുത്തും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു എക്സ്റ്റൻഷൻ കൂടെ തന്നെ എന്ന നിലയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ഏതാനും ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ ഈ KVക്ക് പുതിയ കെട്ടിടം ഉണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണുള്ളത്. സാർ, ഇപ്പോൾ എന്തായാലും നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് തന്നെയായിരുന്നു മിക്കയിടത്തും വിജയിച്ചിരുന്നത്. അപ്പോൾ ഇനിയും നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരു ഇതുണ്ട്, UDF അധികാരത്തിൽ തിരിച്ചു വരുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അവിടെ നിലനിൽക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ പല വിഭാഗങ്ങളായി തിരിഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ആ ഒരു കെട്ടുറപ്പിനെ ബാധിക്കുമോ, ഭരണത്തെ, അതായത് ആ ഒരു തിരിഞ്ഞു നിൽക്കുന്നത് ഒരു ബാധിക്കുമോ, ഭരണം തിരിച്ചു കിട്ടാൻ വേണ്ടി ബാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇപ്പോൾ തിരിഞ്ഞു നിൽക്കുന്നില്ലല്ലോ, ഇപ്പോൾ ഒന്നിച്ച് നിൽക്കുകയാണല്ലോ. ഇപ്പോൾ UDF എടുത്തിരിക്കുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യം എന്താണ്? ടീം UDF ഒറ്റക്കെട്ടാണ്. ഇത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വളരെ വിജയകരമായി കേരളത്തിൽ നടപ്പാക്കി. ടീം UDF എന്ന് പറയുമ്പോൾ കോൺഗ്രസിൽ പല നേതാക്കളുണ്ട്, അവർക്കെല്ലാം പലതരത്തിലുള്ള നിർദ്ദേശങ്ങളുണ്ടാവും, പല അഭിപ്രായങ്ങളുണ്ടാവും. ഇതൊക്കെ ഒരു ജനാധിപത്യ പാർട്ടിയിൽ സ്വാഭാവികമാണ്. CPMലില്ലേ, CPIയിലില്ലേ? ഇപ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ അവരുടെ പാർട്ടി കമ്മിറ്റിക്കകത്ത് എന്തുമാത്രം നിയന്ത്രണങ്ങൾ, കർശനമായിട്ട് ഇടപെടലുകൾ വന്നിരിക്കുന്നു. CPM പാർട്ടിക്കുള്ളിൽ അവിടെ നേതൃത്വത്തിനെതിരെ എന്തുമാത്രം വിമർശനം വന്നിരിക്കുന്നു. ഇതൊക്കെ എല്ലാ പാർട്ടിയിലുള്ളതാണ്. അപ്പോൾ സ്വാഭാവിക മുന്നണിക്കുള്ളിൽ, പിന്നെ കോൺഗ്രസിൻ്റെ തലത്തിൽ മാറിയാൽ മുന്നണി ഒരു കൂട്ടുകക്ഷികളാണ്, കൂട്ടുകക്ഷി ഗവൺമെൻറ്റാണ്. UDF എന്ന് പറയുന്ന വിവിധ കക്ഷികൾ ചേർന്നാണ്. അപ്പം മുസ്ലിം ലീഗ് ഉണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്, മറ്റു പാർട്ടികളുണ്ട്, മുഖ്യ പാർട്ടി എന്നതിൽ കോൺഗ്രസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും തമ്മിലുള്ളൊരു ഐക്യമാണ് UDF. അതാണ് ടീം UDF. നേതാക്കൾ തമ്മിൽ ഐക്യം ഉണ്ടാകണം, പാർട്ടികൾ തമ്മിൽ ഐക്യം ഉണ്ടാകണം. ഞങ്ങൾക്ക് മുൻകാലങ്ങളിലുണ്ടായ പരാജയത്തിൻ്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ തുടർച്ച, 2ാം ടേം LDF വന്നത് UDF ഗൗരവമായി ചിന്തിച്ച വിഷയമാണ്. അവർ കിറ്റ കൊടുത്ത് പല അഭ്യാസം കാണിച്ചു, അത് വേറെ കാര്യം. പക്ഷേ സാധാരണ ഇവിടെ 2ാം ടേം അങ്ങനെ വരാറില്ല. രണ്ടാമത് ഭരണമാറ്റം വരും, അടുത്ത പാർട്ടി വരും. അപ്പോൾ UDFനൊരു പരാജയം ഉണ്ടായപ്പോൾ ആ പരാജയത്തിൽ നിന്ന് UDF പാഠം പഠിച്ചു, അല്ലെങ്കിൽ UDF വീണ്ടും റീതിങ്കിങ് നടത്തി. എന്താണ് പരാജയ കാരണങ്ങൾ, തിരിച്ചു വരേണ്ട കാരണങ്ങൾ? അപ്പോഴാണ് ഇപ്പോൾ ഈ പറഞ്ഞ നിർദ്ദേശം. ജനങ്ങൾ ആഗ്രഹിക്കുന്ന UDFൻ്റെ ഒരു കെട്ടുറപ്പ് ഐക്യമുണ്ടാണ്. അപ്പോൾ അതിന് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിൽ നല്ല പ്രപ്പോസൽ മുന്നോട്ട് വെച്ചതാണ് ടീം UDF. അത് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും വിജയകരമായി നടപ്പാക്കി. പുതുപ്പള്ളിയിൽ, തൃക്കാക്കരയിൽ, പാലക്കാട്ട്, ഏറ്റവും അവസാനം നിലമ്പൂരിൽ LDFൻ്റെ കയ്യിൽ നിന്ന് നിലമ്പൂർ മണ്ഡലം തിരിച്ചു പിടിച്ചുകൊണ്ട് ടീം UDFൻ്റെ വിജയമാണ്. അതിനുശേഷം പാർലമെൻറ്റ് ഇലക്ഷനിൽ കേരളത്തിൽ ഉജ്ജ്വലമായ വിജയം UDF നേടി, ടീം UDFൻ്റെ വിജയമാണ്. അതിനുശേഷം പഞ്ചായത്ത് ഇലക്ഷൻ. സാധാരണ പഞ്ചായത്ത് ഇലക്ഷനിൽ LDFനാണ് ഒരു പൊതു മുൻതൂക്കം എല്ലാ കാലത്തും വരാറുള്ളത്. ഇപ്രാവശ്യം അടിത്തറ ഇളകിയതുപോലെ LDF തകർന്നു വീണു. കുറേ സീറ്റൊക്കെ അവർ ജയിച്ചിട്ടുണ്ട്. പക്ഷേ UDFനുണ്ടായ വിജയം ശക്തമായ ജനപിന്തുണയുടെ വിജയമാണ്. ജനങ്ങളുടെ വികാരം എന്ന് പറയുന്നത് 2 രീതിയിൽ പ്രതിഫലിച്ചു. ഒന്ന്, അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഇടതുപക്ഷ ദുർഭരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധം. 2, അതിനുള്ള മറുപടി. കേരളത്തിൽ UDF തിരിച്ചു വരണം, UDF സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരണം. UDF സർക്കാർ വരുമ്പോൾ പ്രാദേശിക തലങ്ങളിൽ പരമാവധി ഈ ഇടതുപക്ഷ ഭരണം മാറട്ടെ, UDFന് ഒരു അവസരം കൊടുക്കാം എന്ന നിലയിലേക്ക് പ്രാദേശിക തലങ്ങളിലും ജനങ്ങൾ നിലപാടെടുത്തു. അപ്പോൾ ഈ ഒരു വിജയമെന്ന് പറയുന്നത് ഇതുവരെ ഇപ്പോൾ LDFും അഴിച്ചുവിടുന്നൊരു പ്രചരണമാണ്. UDF വന്നാൽ ഇവിടെ അഭിപ്രായ വ്യത്യാസമല്ലേ, അവർ പല തട്ടിലേക്ക് പോയല്ലേ. ഞങ്ങൾ പറയുന്നു, ടീം UDF ഒറ്റക്കെട്ടായി നിന്ന് ഇത്രയും വിജയം കൈവരിച്ചെങ്കിൽ അടുത്ത 5 വർഷക്കാലം ഈ ടീം UDF ഒറ്റക്കെട്ടായി ഭരിക്കും. ഒരു ജനായത്ത ഭരണം, ജനക്ഷേമ ഭരണം, അഴിമതിരഹിത ഭരണം, ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഭരണം, വികസന രംഗത്ത് ഇന്ന് LDF ഉണ്ടാക്കി മുരടിപ്പ്, അത് അതിജീവിക്കാൻ കഴിയുന്ന ഒരു ഭരണം കേരളത്തിൽ UDF കാഴ്ചവെക്കും. അതുകൊണ്ട് ജനങ്ങൾക്ക് 100% ഞങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ അഭിമാനത്തോടെ പറയാൻ കഴിയും, ആ പഴയകാല തെറ്റുകൾ തിരുത്തി UDF ജനക്ഷേമത്തിന് വേണ്ടി കൂട്ടായ്മയോടെ ഐക്യത്തോടെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു മുന്നണിയായി നിലകൊള്ളും, നല്ല ഭരണം കാഴ്ചവെക്കും. അതുകൊണ്ട് ജനങ്ങളുടെ സഹായം UDFനുണ്ടാകണം, ജനങ്ങളെ UDFനെ വിജയിപ്പിക്കണം എന്ന അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക്. ഈ കേരള കോൺഗ്രസ് പിളരുമ്പോഴും ഒന്നിക്കുമ്പോഴും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണോ അതോ നേതാക്കളുടെ രാഷ്ട്രീയ മോഹത്തിന് വേണ്ടിയിട്ടാണോ? അല്ല, അത് ഓരോ സാഹചര്യങ്ങളാണല്ലോ. കേരള കോൺഗ്രസ് പിളർന്നിട്ടുള്ളത് പല സന്ദർഭങ്ങളിലും പലതരത്തിലുള്ള പ്രശ്നങ്ങളെ തുടർന്നാണ്. 2010 ആ പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ച് കേരള കോൺഗ്രസ് ഒന്നിക്കാൻ തീരുമാനിച്ചു. KM മാണി സാറിൻ്റെയും PG ജോസഫ് സാറിൻ്റെയും CF തോമസ് സാറിൻ്റെയും നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് ഐക്യ കേരള കോൺഗ്രസ്സായി മാറി.
10 ശേഷം മാണി സാറിൻ്റെ മരണം വരെ ആ ഐക്യം തുടർന്നു. അതിനിടയിൽ പലർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പി ജോസഫ് സാറിന് ഒരു ഘട്ടത്തിൽ പാർലമെൻറ്റ് സീറ്റ് പോലും നിഷേധിച്ചു. അപ്പോഴും പിളർന്നില്ല. പിളരാതെ കേരള കോൺഗ്രസ് മാണി സാറിൻ്റെ മരണം വരെ എല്ലാവരും ഒന്നിച്ചു പോയി. പക്ഷെ മാണി സാറിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വരാൻ ശ്രമിച്ചവർ അവർ മുതിർന്ന നേതാക്കളെ അംഗീകരിക്കാൻ തയ്യാറായില്ല. മാണി സാറിനോടൊപ്പം രാഷ്ട്രീയം കളിച്ച പി ജെ ജോസഫിനെയും മാണി സാറിൻ്റെ കൂടെ സന്തോഷ സഹചര്യമായിട്ട് നിന്ന CF തോമസിനെയും മൂലയ്ക്കിരുത്തിയിട്ട് അവരുടെ മുകളിൽ കയറി നേതാവാകുക എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് ഞങ്ങളെപ്പോലെ ആർക്കും ആ പരിപാടിയോട് യോജിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് ശരിയല്ല. പി ജെ ജോസഫും മാണി സാറിൻ്റെ മരണശേഷം പി ജെ ജോസഫും CF തോമസും നയിക്കട്ടെ. അവരുടെ കൂടെ ജോസ് കെ മാണി അടക്കമുള്ളവർ അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് സഹകരിച്ച് പ്രവർത്തിക്കട്ടെ. ഞങ്ങളൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ താഴെ നിൽക്കാം. അങ്ങനെ കേരള കോൺഗ്രസിനെ നിലനിർത്താം. പക്ഷെ അത് കേൾക്കാൻ ജോസ് കെ മാണി തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞു മാണി സാറിൻ്റെ മരണശേഷം പാർട്ടി ചെയർമാനായി മകനായ ഞാൻ തന്നെ വരണം എന്നാണ് അദ്ദേഹം ഒരു നിലപാടെടുത്തത്. അദ്ദേഹം അതിൻ്റെ ഭാഗമായി പാർട്ടി പിളർത്തുന്ന നിലപാടെടുത്തു. തന്നെയുമല്ല, അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ഇനി ഞങ്ങൾ UDF ഞങ്ങൾ LDF പോവുകയാണ് എന്ന് പറഞ്ഞ് പുതിയ നിലപാടെടുത്തു. അപ്പോൾ മാണി സാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാവരും ഒന്നിച്ചെടുത്ത നിലപാട് ഇനി LDF വേണ്ട, UDF നിൽക്കാനാണ്. മാണി സാർ പറഞ്ഞിടത്ത് നിൽക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ UDF തുടരാൻ തീരുമാനിച്ചു. പി ജോസഫിൻ്റെ CF തോമസിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാവരും ഐക്യ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്ന കേരള കോൺഗ്രസ് പാർട്ടിയായി നിലകൊള്ളാൻ തീരുമാനിച്ചപ്പോൾ കേരള കോൺഗ്രസിനെ പിളർത്തി ജോസ് കെ മാണി വിഭാഗം ഇടതുപക്ഷത്ത് പോകാൻ തീരുമാനിച്ചു. ഇതെല്ലാം ഓരോ സാഹചര്യങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് അത്തരം കാര്യങ്ങൾ പിളർപ്പുകൾ തീർച്ചയായിട്ടും പാർട്ടിക്ക് ദോഷവും നഷ്ടവുമാണ്. യോജിപ്പ് പാർട്ടിക്ക് കരുത്ത് പകരുന്നതാണ്. പക്ഷേ ചില ഘട്ടങ്ങളിൽ നമ്മുടെ പിടി നിൽക്കാതെ ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചു പോകാം എന്നുള്ളതാണ്. എങ്കിലും കേരള കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തിൽ ഇന്നും പ്രസക്തമാണ്. കേരള കോൺഗ്രസ് ഇല്ലാതെ കേരളത്തിൽ ഒരു മുന്നണിക്കും ഭരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു കാര്യം. 2, കേരള കോൺഗ്രസിനെ സ്നേഹിക്കുന്ന അധ്വാന വർഗം ഈ പാർട്ടിയുടെ കൂടെ അടിയുറച്ചു നിൽക്കുന്നവരാണ്. അതുകൊണ്ട് കേരള കോൺഗ്രസിലുള്ള ആളുകൾ CPM പോയി ചേരുകയോ അല്ലെങ്കിൽ BJP ചേരുകയോ കോൺഗ്രസ് ചേരുകയോ ഒന്നും ജനങ്ങൾ ആഗ്രഹിക്കില്ല. കേരള കോൺഗ്രസിൻ്റെ അണികൾ കേരള കോൺഗ്രസ് തന്നെയായിരിക്കും. ചിലപ്പോൾ അവർ നിർജ്ജീവമായി പോവും, നിശ്ചലമായി പോവും, ചിലപ്പോൾ അവർ സജീവമാവും. ഇത് കാലഘട്ടങ്ങളിലും കാര്യങ്ങൾക്കും അനുസരിച്ച് വരുന്നതാണ്. ഇന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, UDF നിലകൊള്ളുന്ന പി ജെ ജോസഫ് സാർ നയിക്കുന്ന കേരള കോൺഗ്രസ്സാണ് ഇന്ന് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന യഥാർത്ഥ കേരള കോൺഗ്രസ്. അതിനിയും വളർത്താൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുകയാണ്. നമുക്കിപ്പോൾ ഈ മാണി ഗ്രൂപ്പിൻ്റെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവരുമായിട്ട് ഒരു ചർച്ചയ്ക്ക്, ജോസ് കെ മാണിയുമായിട്ട് ഒരു ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറാകുമോ? അതായത് ഒരുമിച്ച് പ്രവർത്തിക്കാൻ, അതായത് കോൺഗ്രസ്സിലേക്ക് അവരും തിരിച്ചു വരാനുള്ള ഒരു ചർച്ച ഉണ്ടാകുമോ? അല്ല, ഇപ്പോൾ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യങ്ങളും നിലവിലില്ല. അപ്പം നമുക്കാർക്കെങ്കിലും ആഗ്രഹമില്ലാഞ്ഞിട്ടോ താല്പര്യമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. 2 നിലപാടായിപ്പോയി. ഒരാൾ UDF നിൽക്കാൻ തീരുമാനിച്ചു, ഒരാൾ LDF പോകാൻ തീരുമാനിച്ചു. ഇനി അതിനൊരു മാറ്റം വരണമെങ്കിൽ LDF പോകാൻ ഞങ്ങളായാലും UDF വിട്ട് ഇപ്പോൾ ഉടനെ LDF പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ പിന്നെ അവർ ചിന്തിക്കുക എന്നുള്ളതാണ്. അവർ LDF വിട്ട് UDF വരാൻ തയ്യാറാവുകയാണെങ്കിൽ മാത്രമേ കേരള കോൺഗ്രസിൻ്റെ 2 പാർട്ടികൾക്ക് ഒന്നിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അവർ UDF വരുന്നതിന് ഞങ്ങളാരും എതിരല്ല. അവർക്ക് UDF അവരെയും കൂടെ സ്വീകരിക്കണമെന്നൊരു അഭിപ്രായം വന്നാലും ഞങ്ങൾ അതിനെ എതിർക്കാനും പോകുന്നില്ല. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആരുടെയും പുറകെ നടന്നിട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ച് നമ്മുടെ ശക്തമായി നിൽക്കുന്നൊരു മുന്നണിക്ക് നാണക്കേടുണ്ടാക്കേണ്ട കാര്യമില്ല. പക്ഷേ അവർ പറയാണ് ഞങ്ങളിനി LDF ഞങ്ങൾക്ക് LDF വേണ്ട, മടുത്തു. ഞങ്ങളുടെ അണികളൊക്കെ അത് പറയുന്നുണ്ട്. അതുകൊണ്ട് തുടർന്ന് ഞങ്ങൾ LDF ഞങ്ങൾ UDF വരാൻ ആഗ്രഹിക്കുന്നു. ഇനി വരാൻ ആഗ്രഹിക്കുന്നു എന്നും പറയണ്ട, ഞങ്ങൾ LDF ഞങ്ങൾക്ക് തുടരാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ആലോചിച്ച് അവർ UDF വരട്ടെ. UDF കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി അവർ വരുമെങ്കിൽ ഞങ്ങൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് എതിർപ്പൊന്നുമില്ല. പക്ഷേ UDF ഇന്ന് UDF ഒരു കാര്യമുണ്ട്, ഇവരൊന്നും ഇല്ലാഞ്ഞിട്ടും UDF ഉജ്ജ്വലമായ വിജയം നേടി. ഇവർ ധരിച്ചത് ജോസ് കെ മാണി വിഭാഗം പോയാൽ LDF വിജയിക്കും, UDF തകർന്നു പോകുന്നതാണ്. കോട്ടയം പാർലമെൻറ്റിൽ അവർ തോറ്റുപോയി, ഞങ്ങൾ സീറ്റ് തിരിച്ചു പിടിച്ചു. പഞ്ചായത്ത് ഇലക്ഷനിൽ വന്നപ്പം ഭൂരിപക്ഷം പഞ്ചായത്തുകളും കേരള കോൺഗ്രസ് ബെൽറ്റിൽ UDF തിരിച്ചു പിടിച്ചു. കോട്ടയം ജില്ലാ പഞ്ചായത്ത്, ഇടുക്കി ജില്ലാ പഞ്ചായത്ത്, പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ജില്ലാ പഞ്ചായത്തുകൾ കേരള കോൺഗ്രസിന് ഇടപെടാൻ കഴിയുന്ന ജില്ലാ പഞ്ചായത്തുകളാണ്. അത് മുഴുവൻ തിരിച്ചു പിടിച്ചു, UDF തിരിച്ചു പിടിച്ചു. അപ്പോൾ ഇവർക്ക് വലിയ തകർച്ചയുണ്ടായി. ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇവർ പരാജയപ്പെട്ടു, UDF വിജയിച്ചു. അപ്പോൾ ജോസ് കെ മാണി വിഭാഗം UDF പോയതിന് ശേഷവും
ശ്രദ്ധേയമായ വിജയങ്ങൾ യു ഡി എഫിനുണ്ടായി എന്ന് പറയുമ്പോൾ യു ഡി എഫിൻ്റെ അടിത്തറ ശക്തമായി നിൽക്കുന്നു എന്നുള്ളതാണ്. എൽ ഡി എഫിൻ്റെ അടിത്തറ ഇളകിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരില്ലെങ്കിലും ജയിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ വരണമെന്ന് ഇപ്പോൾ നിർബന്ധമില്ല. പക്ഷെ അവർ വന്നാലും ഞങ്ങളാരും എതിർക്കാൻ പോകുന്നില്ല. അവരാണ് നിലപാടെടുക്കേണ്ടത്. അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എൽ ഡി എഫ് യു ഡി എഫിലേക്ക് വരുന്നു എന്ന് അവർ പറയട്ടെ. അവർ പറഞ്ഞാൽ ആ കാര്യങ്ങൾ ഞങ്ങൾ ഒരു തുറന്ന മനസ്സോടെ ചർച്ച ചെയ്യാൻ തയ്യാറാവും. ഈ പാർട്ടിയുടെ ചിഹ്നമായ 2 നഷ്ടപ്പെട്ടപ്പോൾ അത് ജോസഫ് ഗ്രൂപ്പിനേറ്റ ഏറ്റവും വലിയൊരു തിരിച്ചടിയായിട്ട് തോന്നുന്നുണ്ടോ? അത് ജോസഫ് ഗ്രൂപ്പിനേറ്റ തിരിച്ചടിയല്ല, ഞങ്ങൾക്ക് വലിയൊരു പ്രതിസന്ധി ഉണ്ടായി. ഞങ്ങൾക്ക് തന്നെ തിരിച്ചടി. ഇപ്പോൾ 2 ചിഹ്നം പഴയ മണി ഗ്രൂപ്പിൻ്റെ ചിഹ്നം. ഞങ്ങളുടെ ചിഹ്നം നേരത്തെ കുതിര ചിഹ്നമായിരുന്നു, പിന്നീട് സൈക്കിൾ ചിഹ്നമായിരുന്നു. പാർട്ടി യോജിച്ചപ്പോൾ 2 ചിഹ്നം എടുക്കേണ്ടി വന്നു. അപ്പോൾ ആ 2 ചിഹ്നം സ്വാഭാവികമായിട്ടും പിന്നീട് വന്നപ്പോൾ ജോസ് കെ മാണി വിഭാഗത്തിനായിട്ട് കിട്ടി. അവരുടെ ചിഹ്നം അവർ കൊണ്ടുപോയി. അപ്പോൾ അവർക്ക് ആ ചിഹ്നം കിട്ടിയപ്പോൾ അവർക്കതൊരു നേട്ടമായി. അപ്പം ഞാൻ 2 ടേം മത്സരിച്ച് 2 ചിഹ്നത്തിലാണ്. 2011-ലും 2016-ലും 2 ചിഹ്നത്തിൽ മത്സരിച്ചു. 2021 ആയപ്പോൾ ഈ 2 ചിഹ്നം എൻ്റെ നെഞ്ചിന് നേരെ വരുവാണ്. എൻ്റെ എതിരാളി 2 മത്സരിക്കുക. ഞാൻ അതുവരെ അതിൻ്റെ ഒരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കി. അതുവരെ നമ്മൾ മത്സരിച്ച് ജനങ്ങളെ പഠിപ്പിച്ച ചിഹ്നം എനിക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടി എടുത്ത് ഉപയോഗിക്കുക. അപ്പോൾ മോൻസിൻ്റെ ചിഹ്നമല്ലേ 2 അതെ താങ്ങിക്കൊള്ളാൻ പറയുക. അപ്പോൾ പോയി വീട് കയറുമ്പോൾ ഈ പാവപ്പെട്ട എല്ലാവർക്കും അറിയത്തില്ലല്ലോ, ആളുകളുടെ മനസ്സിൽ കിടക്കുന്നതാണ്. അങ്ങനെ കുറേ വോട്ട് എനിക്ക് കൂട്ടുമുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എനിക്ക് അതൊക്കെ വലിയ തിരിച്ചടിയായ കാര്യങ്ങളാണ്, വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. ആ പ്രതിസന്ധിയിൽ ഞങ്ങൾ തീർച്ചയായിട്ടും തീരുമാനിച്ചു, ഇനി പുതിയ പാർട്ടിയായിട്ട് കേരള കോൺഗ്രസ്സായിട്ട് വരുമ്പം ആ പഴയ 2 പുറകെ പോകണ്ട, 2 ഇനിയിപ്പം കുഴിച്ചു മൂടുക, ഇല്ലാതാക്കുക എന്നൊക്കെയാണ് നമ്മുടെ പ്രവർത്തകരുടെ ആഗ്രഹം. കാരണം നമ്മളെ കൊന്ന ഇനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പുതിയ ചിഹ്നത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഓട്ടോറിക്ഷ ചിഹ്നം എടുത്തു. സാധാരണക്കാരൻ്റെ ജനകീയ വാഹനം ഓട്ടോറിക്ഷ ചിഹ്നം. ആദ്യം ഞങ്ങൾ പാർലമെൻറ്റ് ഇലക്ഷനിൽ അത് വെച്ച് മത്സരിച്ചു. 1 ലക്ഷത്തോളം വോട്ടുകൾക്ക് കോട്ടയത്ത് 2 തോൽപ്പിച്ചുകൊണ്ട് ഓട്ടോറിക്ഷ ജയിച്ചു. അപ്പോൾ 2 പഞ്ചായത്ത് ഇലക്ഷൻ നല്ല ഉജ്ജ്വലമായ വിജയത്തിൽ ഓട്ടോറിക്ഷ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിയമസഭാ ഇലക്ഷനിൽ ഓട്ടോറിക്ഷ കൂടുതൽ വിജയം കൈവരിക്കുന്ന ചിഹ്നമായിട്ട് മാറും. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. കേരള കോൺഗ്രസ് പാർട്ടിക്ക് സ്റ്റേറ്റ് പാർട്ടി എന്നുള്ള ഔദ്യോഗിക അംഗീകാരം കിട്ടി. ദേശീയ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചു. ഇപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ചിട്ടുള്ള ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ നിയമസഭാ ഇലക്ഷനിൽ ഉജ്ജ്വലമായ വിജയം കൂടുതൽ MLA-മാരെ നേടിയെടുത്തുകൊണ്ട് പാർട്ടിക്ക് കരസ്ഥമാക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസമുണ്ട്. രാഷ്ട്രീയത്തിലേക്ക് നിയമസഭാ ഇലക്ഷൻ വരുന്നതോടനുബന്ധിച്ച് യുവാക്കളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെ അതിലേക്ക് ഇറക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നമ്മുടെ പാർട്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ കാഴ്ചപ്പാടോടെ പാർട്ടി എന്നും വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ള 2 പോഷക സംഘടനകളാണ് കേരള വിദ്യാർത്ഥി കോൺഗ്രസ്, KSC, കേരള സ്റ്റുഡൻസ് കോൺഗ്രസ്, അതുപോലെ കേരള യൂത്ത് ഫ്രണ്ട്. ഞങ്ങളൊക്കെ അതിലൂടെ വന്നവരാണ്. ഇന്ന് പാർട്ടിയുടെ നേതാവായിരിക്കുന്ന PJ ജോസഫ് സാറ് കേരള യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടാണ് രാഷ്ട്രീയ ജീവിതത്തിൽ തുടക്കം. KSCയുടെ പ്രസിഡൻ്റായി, യൂത്ത് ഫ്രണ്ട് പ്രസിഡൻ്റായും പിന്നീട് എനിക്ക് വരാൻ കഴിഞ്ഞു. ഒരുപാട് നേതാക്കൾക്ക് വരാൻ കഴിഞ്ഞു. അപ്പം ഞങ്ങളെല്ലാം കേരള കോൺഗ്രസ് പാർട്ടിയിലെ യുവജന വിദ്യാർത്ഥി പ്രാതിനിധ്യത്തിൻ്റെ ഭാഗമായി വന്നവരാണ്. ഇനിയുള്ള കാലത്തും യുവാക്കളെ പാർട്ടി നല്ലതുപോലെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ നടന്ന ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് ഇലക്ഷനിൽ ഒരുപാട് ചെറുപ്പക്കാർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. പാർട്ടിയുടെ പ്രാതിനിധ്യത്തിൽ ഒരുപാട് വനിതകൾക്ക് അവസരം കൊടുത്തു. അപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടി ഭാവിയിലേക്ക് യുവാക്കളെ കരുതലോടെ നോക്കിക്കാണുന്നു. യുവാക്കളെയും വിദ്യാർത്ഥി നേതാക്കളെയും എല്ലാം നാളുകളിൽ നിയമസഭയിലേക്ക് അടക്കം പരിഗണിക്കണമെന്നാണ് പാർട്ടിയുടെ ആഗ്രഹം. പക്ഷേ ഞങ്ങളുടെ പ്രശ്നം എന്താ? ഞങ്ങൾക്ക് ആകെ 10 സീറ്റാണുള്ളത്. കേരള കോൺഗ്രസ് പാർട്ടിക്ക് ലഭിക്കുന്നത് 10 സീറ്റ് എന്നുള്ളത് കേരള കോൺഗ്രസിന് വിലപ്പെട്ട കാര്യമാണ്. പക്ഷേ 10 സീറ്റ് കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ പറ്റുമോ? പാർട്ടിയിൽ എന്തുമാത്രം നേതാക്കൾ നിൽക്കുകയാണ്. പിന്നെ പാർട്ടി ജയസാധ്യത പരിശോധിക്കേണ്ടതുണ്ട്. നമുക്ക് ഏതെങ്കിലുമൊക്കെ സീറ്റുകൾ ആർക്കെങ്കിലും ഒരു ഇഷ്ടത്തിന് വേണ്ടി കൊടുക്കാൻ കഴിയില്ല. നിരന്തരമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സീറ്റുകൾ കേരള കോൺഗ്രസിന് തിരിച്ചു പിടിക്കണം. അങ്ങനെ തിരിച്ചു പിടിക്കണമെങ്കിൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കണം. നമ്മുടെ പാർട്ടി പാരമ്പര്യം, രാഷ്ട്രീയ പാരമ്പര്യം, ഇതൊക്കെ ഘടകങ്ങളാണ്. അത് മാത്രം വെച്ച് ജനം വോട്ട് ചെയ്യില്ല. ജനങ്ങൾ വോട്ട് ചെയ്യണമെങ്കിൽ കേരള കോൺഗ്രസ് ആയാലും ഏത് പാർട്ടി ആയാലും ജനങ്ങൾക്ക് സ്വീകാര്യതയുള്ള, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളായിട്ട് വരണം. അപ്പം പരാജയപ്പെട്ട മണ്ഡലങ്ങളിലും ഒക്കെ ജയസാധ്യതയുള്ള പുതിയ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമത്തിൽ അതിൽ യുവാക്കളാണ്, അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണ്. അവരിൽ ആരെങ്കിലുമൊക്കെ നിന്നാൽ അത് നല്ലതാണ് എന്ന് വന്നാൽ അവരെയും പരിഗണിക്കും. അത് പാർട്ടി ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് ലീഡർഷിപ്പ് തീർച്ചയായിട്ടും പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ജയസാധ്യത പരിശോധിക്കുമ്പോൾ, ഓരോ മണ്ഡലം എടുത്ത് പരിശോധിക്കുമ്പോഴും അവിടെ ഏറ്റവും സാധ്യതയുള്ളത് ആരാണോ അയാൾക്ക് പരിഗണന കൊടുക്കുന്ന രീതിയായിരിക്കും
പാർട്ടി എടുക്കുന്നത്. ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ പി ജെ ജോസഫ് സാർ മത്സരിക്കുമോ അതോ മകൻ അബു ജോൺ ജോസഫിനാണോ മുൻഗണന? ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിട്ടില്ല. അതെല്ലാം പാർട്ടി തീരുമാനിക്കാനിരിക്കുന്ന കാര്യങ്ങളാണ്. പി ജെ ജോസഫ് സാർ മത്സരിക്കുന്നതിന് ആരോഗ്യപരമായി സാറിന് ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. സാർ പൂർണ്ണ ആരോഗ്യവാനാണ്. പാർട്ടിയുടെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്നതും പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാറാണ്. പക്ഷേ അദ്ദേഹം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞങ്ങൾ ആലോചിച്ചപ്പോൾ അദ്ദേഹത്തെ പാർലമെൻറ്റിലേക്ക് സ്ഥാനാർത്ഥിയാക്കുന്നതിനെക്കുറിച്ച് നേരത്തെ ആലോചിച്ചപ്പോൾ കെ എം മാണി സാറിൻ്റെ യോജിച്ച പാർട്ടിക്കകത്ത് സീറ്റ് നിശ്ചയിച്ചൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ജോസഫ് സാർ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സാർ മത്സരിക്കുന്നതിനെക്കുറിച്ച് നിർദ്ദേശം ഞാൻ തന്നെ മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ സാറ് പറഞ്ഞു ഈ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നില്ല, നിയമസഭയിൽ MLA ആണല്ലോ, MLA ആയിട്ട് നിൽക്കുന്നതിനിടയിൽ ഇപ്പോൾ വേണ്ട, അങ്ങനെ അങ്ങ് പോട്ടെ എന്നാണ് സാർ നിലപാടെടുത്തത്. ഇപ്പോൾ വരുന്ന അപ്പം കേരള കോൺഗ്രസിൻ്റെ ഭാവി ലീഡർഷിപ്പിൽ തീർച്ചയായിട്ടും പുതിയ തലമുറ വളർന്നു വരണം. അപ്പം ഞങ്ങളൊക്കെ അങ്ങനെ പുതിയ തലമുറയുടെ ഭാഗമായി കടന്നു വന്നവരാണ്. അപ്പം ഇപ്പോൾ പറഞ്ഞ പോലെ യുവജന വിദ്യാർത്ഥി നേതാക്കൾ എന്നതുപോലെ തന്നെ കേരള കോൺഗ്രസിൻ്റെ പവിത്രതയും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന പുത്തൻ നേതൃത്വം നാളുകളിലുണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അബു ജോൺ ജോസഫ്, പി ജോസഫ് സാറിൻ്റെ മകൻ എന്നത് മാത്രമല്ല, കേരള കോൺഗ്രസ് പാർട്ടിയുടെ IT ആൻഡ് പ്രൊഫഷണൽ വിഭാഗത്തിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റായി, പാർട്ടിയുടെ യുവജന സംഘടനയുടെ ചുമതലക്കാരനായി ഒക്കെ കുറേ കാലമായി പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ അബു ജോൺ ജോസഫ് ഇപ്പോൾ പാർട്ടിയുടെ സ്റ്റേറ്റ് കോർഡിനേറ്ററാണ്. തീർച്ചയായിട്ടും നാളെ തൊടുപുഴയിൽ പി ജെ ജോസഫ് സാർ മത്സരിക്കുന്നില്ല എന്നൊരു തീരുമാനം പാർട്ടി ചെയർമാൻ എടുത്താൽ അബു ജോൺ ജോസഫിന് മത്സര രംഗത്തേക്ക് വരുന്നതിന് തടസ്സമില്ല. അപ്പോൾ എന്താണ് വേണ്ടത്? പാർട്ടി ചെയർമാൻ ജോസഫ് സാറ് മത്സരിക്കുന്ന വിധത്തിലാണ് പാർട്ടി നേതൃത്വം കൂട്ടായിട്ട് തീരുമാനിക്കുന്നതെങ്കിൽ ജോസഫ് സാർ മത്സരിക്കും. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടന്നിട്ടില്ല. അപ്പോൾ UDFൻ്റെ സീറ്റ് വിഭജന ചർച്ച ആരംഭിക്കാൻ പോകുന്നതുള്ളൂ. ആ സീറ്റ് വിഭജന ചർച്ചയ്ക്ക് ശേഷമാണ് ഓരോ സീറ്റിലും ആര് മത്സരിക്കണം, എങ്ങനെയൊക്കെയാണ് എന്ന് പാർട്ടി തീരുമാനിക്കാൻ പോകുന്നത്. അപ്പോൾ പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ പാർട്ടി ലീഡർഷിപ്പ് കൂട്ടായിട്ട് ആലോചിച്ച് ഞങ്ങളൊരു തീരുമാനം എടുക്കും, ഓരോ സീറ്റിലേക്കും ആര് മത്സരിക്കണം. അതനുസരിച്ച് മാത്രമായിരിക്കും തൊടുപുഴയിലും കടുത്തുരുത്തിയിലും എല്ലാം തീരുമാനം വരുന്നത്. ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ BJP ഒരുപാട് സ്ഥലത്ത് മത്സരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പി സി ജോർജ് പറഞ്ഞത് ഒരു വാക്കുണ്ട്, അതായത് കേരള കോൺഗ്രസ് മുഴുവനും പിരിച്ചുവിടണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? കേരള കോൺഗ്രസിനെ ആര് പിരിച്ചുവിട്ടാലും പിരിഞ്ഞു പോയാലെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. പി സി ജോർജ് കേരള കോൺഗ്രസിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നു. അദ്ദേഹം കേരള കോൺഗ്രസ് വിട്ടുപോയി. അന്നും അദ്ദേഹം പറഞ്ഞു ഇത് പിരിച്ചുവിടണമെന്ന് പറഞ്ഞു. അദ്ദേഹം പിരിഞ്ഞു പോയതല്ലാതെ കേരള കോൺഗ്രസ് ഇന്നും പിരിഞ്ഞിട്ടില്ല. കേരള കോൺഗ്രസ് വിവിധ നേതാക്കളുടെ നേതൃത്വത്തിൽ ശക്തമായി തന്നെ നിൽക്കുക. കേരള കോൺഗ്രസിനെ കൊണ്ട് ജനങ്ങൾക്ക് ഗുണമുണ്ട്. ഇപ്പോൾ കേരളത്തിലെ കർഷക പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് വരാൻ ഇന്ന് ദേശീയ പാർട്ടികളേക്കാൾ ഏറ്റവും മുൻപന്തിൽ ഇന്നും നിൽക്കുന്നത് കേരള കോൺഗ്രസ് അല്ലേ. ഇവിടുത്തെ അധ്വാന വർഗത്തിനും ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർക്കും വേണ്ടി ഭരണരംഗത്ത് വരുമ്പോൾ പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യത്തോടെ പ്രവർത്തിച്ച ഭരണാധികാരികളാണ് കേരള കോൺഗ്രസിൻ്റെ നേതാക്കളായ കെ എം മാണി സാറും പി ജെ ജോസഫ് സാറും ആർ ബാലകൃഷ്ണപിള്ളയും TM ജെയ്ക്കും അടക്കമുള്ള നേതാക്കന്മാർ. കുറച്ചു കാലം മന്ത്രിസ്ഥാനത്ത് വരാൻ എനിക്ക് അവസരം കിട്ടി. ഞാനും കേരള കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന ഈ വികസനത്തിൻ്റെയും ജനക്ഷേമത്തിൻ്റെയും അഴിമതിരഹിത ഭരണത്തിൻ്റെയും നിലപാടെടുത്ത ആളാണ്. അപ്പോൾ അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും, കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഇന്നും പ്രസക്തിയുണ്ട്. സംസ്ഥാന പാർട്ടി എന്ന നിലയിൽ കേരളത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്കകത്ത് ഇടപെടാൻ കഴിയുന്ന ഒന്നാമത്തെ കക്ഷി കേരള കോൺഗ്രസ് തന്നെയാണ്. മറ്റവർക്കൊക്കെ ഇന്ത്യ ഒട്ടാകെയുള്ള കാര്യം നോക്കണം. ഡൽഹിയിൽ എന്ത് നിലപാടെടുക്കുന്നത് പറഞ്ഞിട്ട് കേരളത്തിൽ എടുക്കാൻ പറ്റുള്ളൂ ഇല്ലേ? കേരള കോൺഗ്രസ്സിന് കേരളത്തിൽ കോട്ടയത്തിൽ നിന്ന് ഞങ്ങളെ അറസ്റ്റ് ചെയ്താൽ ഇവിടുത്തെ നിലപാട് വ്യക്തമാണ്. ആ നിലപാടെടുക്കാൻ ഒരു പാർട്ടി ഉണ്ടാകണം. കേരളത്തിൽ കേരള കോൺഗ്രസ്സിന് പ്രസക്തിയുണ്ട്. കേരളത്തിൻ്റെ സമഗ്ര വികസനം, കേരളത്തിൻ്റെ കാർഷിക പ്രശ്നങ്ങൾ, ഇവിടുത്തെ അടിസ്ഥാന പുരോഗതി, ഇതിനെല്ലാം വേണ്ടി ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് ഇനി ഞാൻ ഏറ്റവും നമുക്കൊരു കാര്യം ഉദാഹരണം കാണാം. 1964 കേരള കോൺഗ്രസ് ജന്മമെടുത്തത്. ഇപ്പോൾ 60 വർഷം പിന്നിടുകയാണ്. ഈ 60 വർഷം പിന്നിട്ടിട്ടും എത്രയോ പിളർപ്പുകളുണ്ടായി. എത്രയോ ആളുകൾ ഈ പാർട്ടിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വിരിഞ്ഞു പോയിട്ടുണ്ട്. ഇതൊക്കെ സംഭവിച്ചിട്ടും 60 വർഷം കഴിഞ്ഞിട്ടും കേരളത്തിൽ കേരള കോൺഗ്രസ് ഇന്നും 89 MLA-മാരുമായിട്ട് നിയമസഭയിൽ നിൽക്കുക. പല പാർട്ടികളിലായിരിക്കാം. അപ്പോൾ കേരള കോൺഗ്രസ് എന്ന് പറയുന്നൊരു വികാരമാണ്. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് നാളുകളിൽ നിലനിൽക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഇനിയും ഭാവിയുണ്ട്. ഭാവി തലമുറ കേരള കോൺഗ്രസിൻ്റെ ഭാഗമാകാൻ കഴിയുന്ന വിധത്തിലുള്ള രാഷ്ട്രീയ ക്യാമ്പയിനാണ് സത്യത്തിൽ ഞങ്ങൾ നടത്തുന്നത്. ഈ പാർട്ടിക്കുള്ള എത്ര നല്ല സന്ദേശങ്ങളാണ് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പരിശ്രമിക്കും. അതിന് വരുന്ന 5 വർഷക്കാലം UDF സർക്കാർ അധികാരത്തിൽ വരാൻ പോകുന്ന അടുത്ത 5 വർഷം കേരള കോൺഗ്രസ് പാർട്ടിയുടെ വളർച്ചയുടെ കാലഘട്ടം കൂടെ ആയിരിക്കും എന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്ക്.
സാർ ഇപ്പം നിയമസഭാ ഇലക്ഷന് മത്സരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ടേമും കൂടെ കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പറച്ചിലുണ്ട് MP ആവുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്രത്തിലേക്കൊരു ആളായിട്ട് വരുമെന്നുള്ളത്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു തയ്യാറെടുപ്പുകളോ പ്ലാനുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു തയ്യാറെടുപ്പുമില്ല. ഇതൊക്കെ ശത്രുക്കൾ പറയുന്നതാണ്. നമ്മുടെ മിത്രങ്ങളാരും ഇത് പറയാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. കാരണം ഞാനിപ്പോൾ ഇവിടെ കടുത്തുരുത്തി മണ്ഡലത്തെ പൊന്നുപോലെ നോക്കി ഇവിടുത്തെ ഈച്ച് ആൻഡ് എവറി കോർണർ ഓരോ ദിവസവും ഓരോ മുക്കും മൂലയിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നാടിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വെളിപ്പാടകലെ നിൽക്കുന്നത് പോലെ ഓടിച്ചെല്ലുന്നൊരു MLA ആണ് എനിക്ക് തന്നെ ബുദ്ധിയുണ്ട്. അങ്ങനെ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ എൻ്റെ രാത്രിയും പകലും എല്ലാം ഈ കടുത്തുരുത്തി മണ്ഡലമാണ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും നമ്മൾ മണ്ഡലത്തിന് വേണ്ടിയാണ്. തിരുവനന്തപുരത്തേക്ക് ഇടയ്ക്ക് പോകും, അല്ലെങ്കിൽ കടുത്തുരുത്തിക്ക് വരും, ഇതൊക്കെ നടക്കുന്നതിനിടയ്ക്ക് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുപോലെ മണ്ഡലത്തെ നോക്കി വികസന കാര്യങ്ങളും ജനങ്ങളുടെ ആവശ്യങ്ങളിലും ഒക്കെ ഇടപെട്ട് പോകുമ്പോൾ ഒരു MLA എന്ന നിലയിൽ കടുത്തുരുത്തി മണ്ഡലത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ജനങ്ങളോട് നമ്മൾ അഭ്യർത്ഥിച്ചു, ആളുകൾ അനുഗ്രഹിച്ചു, അവർ നമ്മളെ സംരക്ഷിക്കുകയാണ്. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി MLA സ്ഥാനത്ത് തുടർന്നും പ്രവർത്തിക്കണം എന്ന് ജനങ്ങൾ ഒറ്റക്കെട്ടായി ആഗ്രഹിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിലും ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പം എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം MLA എന്ന നിലയിൽ കടുത്തുരുത്തി മണ്ഡലത്തിന് വേണ്ടി ഇനി കൂടുതൽ കാര്യങ്ങൾ നടത്താനുള്ള ചുമതല, അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ മുൻപിൽ ഇപ്പോൾ ഒറ്റ അജണ്ടയേ ഉള്ളൂ, കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുക. കേരളമെമ്പാടും ഞാൻ പ്രദാനം ചെയ്യുന്ന കേരള കോൺഗ്രസ് പാർട്ടിയെ വളർച്ചയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പാർട്ടി ചെയർമാൻ ജോസഫ് സാറിനോടൊപ്പം എല്ലാവിധ സഹകരണവും കൊടുക്കുക. കേരളത്തിൽ ഞങ്ങൾ പ്രദാനം ചെയ്യുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയെ കൂടുതൽ കെട്ടുറപ്പോടെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി പ്രയത്നിക്കുക. ഈ കാര്യങ്ങളാണ് ഇപ്പോൾ അജണ്ടയിലുള്ളൂ. അതുകൊണ്ട് ബാക്കി പാർലമെൻറ്റിലേക്ക് പോകാനോ മറ്റു കാര്യങ്ങളൊന്നും ഇപ്പം നമ്മുടെ അജണ്ടയിലില്ല. അതെല്ലാം പറഞ്ഞ് ഒരാശയക്കുഴപ്പം ഉണ്ടാക്കേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് നിലപാട് വളരെ വ്യക്തമാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അടുത്ത 5 വർഷം പ്രവർത്തന രംഗത്ത് കൂടുതൽ കാര്യങ്ങൾ നടപ്പാക്കാൻ വിഷൻ 2030 നമ്മൾ 2026 പ്രഖ്യാപിക്കുകയാണ്. അത് നടപ്പാക്കാൻ 5 വർഷം പ്രതിജ്ഞാബദ്ധമായി ജനങ്ങളുടെ കൂടെ ഉണ്ടാവും, നാട് നന്മയുണ്ടാവും. അപ്പോൾ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ UDF കൂടുതൽ വിജയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ കേരള കോൺഗ്രസിനും ഒരുപാട് വിജയങ്ങൾ ഉണ്ടാക്കി കടുത്തുരുത്തിയുടെ ഒരു മന്ത്രിയായി തന്നെ സാറിനിവിടെ തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മന്ത്രി സ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോഴും അത് ആശംസിച്ചതിനൊരു കുഴപ്പമില്ല. ഞാനത് നിങ്ങളുടെ നല്ല വാക്കിനും നല്ല മനസ്സിനും ഞാൻ നന്ദി പറയാം. ഇതെല്ലാം ഞാൻ പ്രദാനം ചെയ്യുന്ന പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. കേരള കോൺഗ്രസ്സിന് നാളെ 1 or 2 മന്ത്രിസ്ഥാനം ലഭിക്കാം, ചിലപ്പോൾ 1 മന്ത്രിസ്ഥാനം ലഭിക്കാം. ഭരണത്തിൽ വരികയാണെങ്കിൽ പാർട്ടിക്ക് കിട്ടുന്ന അധികാര സ്ഥാനങ്ങൾ ഏതൊക്കെയെന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ല. അത് ലഭിക്കുമ്പോൾ ആർക്കാണ് എന്നുള്ളതിനെക്കുറിച്ചെല്ലാം പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. കോൺഗ്രസ്സിന് ലഭിച്ചാൽ ആരാണ് മുഖ്യമന്ത്രി, ആരാണ് മന്ത്രിമാർ, കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡും കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പുമാണ് തീരുമാനിക്കുന്നത്, ഇല്ലേ? അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ UDFൻ്റെ കാര്യങ്ങൾ, അത് UDFൻ്റെ മുന്നണിയാണ് ചർച്ച ചെയ്യുന്നത്. ഇതെല്ലാം ദൈവം തമ്മിൽ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, ജനങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ സമയത്ത് നടക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് അതിനുവേണ്ടി മുൻകൂട്ടി ഒരു ആഗ്രഹ പ്രവണത്തിന് പോകുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് ഞാൻ MLA സ്ഥാനത്ത് ജയിച്ചു വരണം, ആ സ്ഥാനത്ത് പ്രവർത്തിക്കണം എന്ന ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ജനങ്ങളോട് നമ്മൾ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം എൻ്റെ പാർട്ടിയും എൻ്റെ മുന്നണിയും തീരുമാനിക്കും, എൻ്റെ ലീഡർഷിപ്പും തീരുമാനിക്കും. അത് അവർക്ക് ഞാൻ വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇപ്പം നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. ഓക്കെ, താങ്ക് യു.